ഇന്ന് നാം പൊതുവായി ശ്രദ്ധിക്കുമ്പോൾ കഴിഞ്ഞ സമയങ്ങളൊക്കെയും പല ഫോൺ കോളുകൾ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയും വരുന്നതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വലിയ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സ്ഥലത്തും ഒന്നിച്ച് താമസിച്ചാൽ പോലും ഒറ്റപ്പെടുന്നൊരു ആത്മാവ് പലരിൽ നിന്നും ഇങ്ങനെ കേൾക്കാനിടയായി. ശരിയായ ആത്മീയ പ്രത്യാശയില്ലാത്തവർ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവർക്കെല്ലാം വലിയ നിരാശയും ദുഃഖവും ഈ കാലങ്ങളിൽ അധികരിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണും. നമുക്കറിയാം, തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് വീടുകളിൽ പ്രായം ചെന്നവർ കിടപ്പുണ്ട്. യാതൊരുവിധമായ സന്തോഷമില്ലാതെ പലരും കഴിഞ്ഞു പോവുകയാണ്. കാരണം മക്കളുണ്ടെങ്കിലും അവരെ കാണാനോ എടുക്കാനോ പലർക്കും സാധിക്കുന്നില്ല. അതുപോലെ കുടുംബത്തിൽ ജീവിക്കുന്നവർ പോലും ഒറ്റപ്പെടുതലിൻ്റെ ആത്മാവ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നു. അതുപോലെ നിന്ന, രണ്ടാമതൊരു പ്രശ്നമാണ് നിന്ന. അതിന് ഡിസ്പൈസ് എന്നോ റീപ്രോച്ച് എന്നൊക്കെ പറയും. മറ്റൊന്ന് റിജക്ഷൻ. ഒറ്റപ്പെടുക മാത്രമല്ല, തള്ളപ്പെടൽ. ഇതെല്ലാം ഇന്ന് വ്യക്തിപരമായി പലർക്കും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിലൊന്നാണ് തള്ളപ്പെട്ടു പോവുക, റിജക്ഷൻ. നമുക്കറിയാം, ലോകത്തിൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തന്നെയും അവരെ തൻ്റെ സ്വന്തം ജനമായ യഹൂദർ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, താൻ പോകുന്ന സ്ഥലത്തെല്ലാം അവനെ ഒറ്റപ്പെടുത്തുന്ന അനുഭവം ഒരു ഭാഗത്തുണ്ടായി. മറുഭാഗത്തിൽ തൻ്റെ പ്രവൃത്തിയിൽ അനേകർ കൂടിയെങ്കിലും തന്നെ സ്വീകരിക്കേണ്ട പലരും അവനെ തള്ളിക്കളയുക ചെയ്തത്. പിന്നീട് നിന്ന, യേശുവിനെ പോലെ നിന്നെ അനുഭവിച്ചവർ ലോകത്തിലാരും കാണത്തില്ല. എന്തെല്ലാം ആക്ഷേപം! വ്യഭിചാരപുത്രൻ, അല്ലെങ്കിൽ തന്തയില്ലാത്തവൻ, പിന്നെ പിശാചിൻ്റെ സന്തതി, അതുപോലെ തന്നെ ബേൽസബൂലിനെ കൊണ്ട് പുറത്താക്കുന്നു, വഞ്ചകൻ, ഏതെല്ലാം പേരുകൾ, ശബരിയൻ. ഇതിനൊന്നും യേശു പ്രതികരിക്കാൻ പോയില്ല. തൻ്റെ ദൗത്യം താൻ നടത്തിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ ലോകത്തിൽ നിന്ദകൾ. നമുക്കറിയാം, യെശയ്യാപ്രവചനത്തിൽ വായിക്കുമ്പോൾ അവിടെ യേശുവിനെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 53-ാം അധ്യായത്തിൻ്റെ 3-ാം തോന്നുന്നു, അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. വ്യസനപാത്രം. അപ്പോൾ ഈ നിന്ദയും ത്യജിക്കപ്പെടുന്ന അവസ്ഥയിൽ നമുക്കറിയാം വ്യസനപാത്രം, വ്യസനം ഉണ്ടാകും. ഡിപ്രഷൻ, അതിനോട് ഞാൻ ഡിപ്രഷൻ ഉണ്ടാകുകയാണ്. യേശുവിന് ഡിപ്രഷൻ ഉണ്ടായില്ല. ആ ഡിപ്രഷൻ നിമിത്തം അനേകർക്ക് വേണ്ടാത്ത വ്യാധികൾ വരുന്നു. ഇതിൽ ലോകത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ചില വിശ്വാസികളല്ലാത്തവർ പോലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇവിടുന്ന് നമ്പർ തപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയും. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വലിയ സമൂഹം, കുട്ടികളാണെങ്കിൽ പോലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ ഒറ്റപ്പെട്ടതായ കുട്ടികൾക്ക് പോലും ഇന്ന് അത് കാണുന്നുണ്ട്. അതിനാൽ ചില രോഗങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്, അറിയാതെ മാനസിക സമ്മർദ്ദങ്ങൾ. അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ മൊബൈലെല്ലാം കണ്ടമാനം യൂസ് ചെയ്യുന്നത്. മൊബൈൽ യൂസ് ചെയ്യുന്നത് ഏത് നമ്മൾ ആഗ്രഹിക്കുന്നതിനുണ്ട്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വേണമോ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ മറ്റു കാര്യങ്ങൾ ഏതുകൊണ്ടുണ്ട്. അതിങ്ങനെ കണ്ട് അഡിക്റ്റായിത്തീരുക. ഓരോരുത്തർ ചില നല്ല കാര്യങ്ങൾ ചിലർ കണ്ടുപോകും, ചിലർ മോശമായ കാര്യങ്ങൾ. അങ്ങനെ അനേക സന്തതികൾ അല്ലെങ്കിൽ പുതു ജനറേഷൻ സാഹചര്യങ്ങളിൽ അതെല്ലാം അങ്ങനെ പെട്ടുപോവാണ്. എന്നാൽ പണ്ടങ്ങനെയല്ല, കൂട്ടുകുടുംബമല്ലേ. കൂട്ടുകുടുംബം എന്ന് പറയുന്നത് എങ്ങനെയായാലും കുറേ ആളുകളാണ്. ഒരു വീട്ടിലെ അപ്പന്മാർക്ക് തന്നെ 10-12 പേര് അല്ലെങ്കിൽ 10 പേരൊക്കെയുള്ള കുടുംബമുണ്ട്. 10-8 പേരൊക്കെയുള്ള ആ 8 കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം ചേരുമ്പോൾ എങ്ങനെയായാലും ഒരു 50 പേരെങ്കിലും കുറഞ്ഞു കാണും. ഇതെല്ലാം ഒരു സമ്മേളനം പോലെയാണ് വീടുകൾ വന്നു ചേരുന്നത്. കല്യാണമൊക്കെ മക്കളൊക്കെ പറയും, അന്നത്തെ കാലത്ത് നേരത്തെ വരത്തില്ലേ, സ്വന്തക്കാരൊക്കെ വരും. അപ്പോൾ അനേക കുട്ടികളെ പരിചയപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ കല്യാണം അല്ലെങ്കിലും ഈ പറഞ്ഞ 8 കുടുംബത്തിലെ കസിൻസ് തമ്മിൽ അങ്ങോട്ട് വലിയ ബന്ധങ്ങളില്ലേ. തന്നെയല്ല, അവരെ നോക്കാനായിട്ട് മാതാപിതാക്കന്മാർക്ക് മേളിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദറൊക്കെ ഇല്ലേ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ സ്നേഹം. ഇപ്പം എൻ്റെ അമ്മയൊക്കെ 90 വയസ്സ് വരെ, അപ്പൻ 78 വയസ്സ് വരെ ജീവിച്ചു. അപ്പൻ ആദ്യം മരിച്ചു, ചില വർഷങ്ങൾക്ക് ശേഷം അമ്മയും മരിച്ചു. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ അമ്മ അവർ വലിയ ആശ്വാസമായിരുന്നു. അവരുടെ വർത്തമാനങ്ങൾ, കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയും സംരക്ഷണം. കഴിയുന്നത് കിട്ടാനില്ല, പലയിടത്തും ഇല്ല.
കാരണം അത് ചില ബാധ്യതകളായി തീർന്നിരിക്കുന്നൊരു കാലമാണ് അല്ലേ. പ്രായമുള്ളവർ ചിലർ പ്രായമുള്ളവരുടെ മുരട്ട് സ്വഭാവങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു അസ്വസ്ഥതയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നു. വ്യസനപാത്രങ്ങളായിത്തീരുന്നു, റിജക്ഷൻ. വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വായിച്ച അല്ലെങ്കിൽ നേരത്തെ ശ്രദ്ധിച്ചതായ സ്നാപയോന്നാൻ്റെ കുടുംബത്തെ നോക്കി, അവിടെ ആ സ്ത്രീ പറയുന്നത് എന്താ, തനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോൾ എൻ്റെ നിന്ദ നീക്കിക്കളഞ്ഞെന്നാണ്. അപ്പോൾ പണ്ടുകാലത്ത് കുട്ടികളില്ലെങ്കിൽ അത് വലിയ നിന്ദയാണ്. കല്യാണം കഴിച്ച് ഇന്നുമുണ്ട്, ഇന്നും അത് ഒരു ഭാഗത്ത് ഉണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് അത് വിഷയമല്ല. കുഞ്ഞുങ്ങളുള്ളതാണ് അവർക്ക് വിഷയമായി തീർന്നത്. ബാധ്യതയാണെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ജനിച്ചവർ വളർത്തുക എന്ന് പറയുന്നൊരു ബാധ്യതയാണെന്ന് സംസാരിക്കുന്ന പുതുതലമുറയുണ്ട്. എല്ലാവരും ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു നിന്ദയാണ്. അത് വായിച്ച് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 25 മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ. അപ്പോൾ പല വിധത്തിലാണ് നിന്ദകൾ അല്ലേ. അപ്പോൾ ആ നിന്ദകളെല്ലാം നീക്കപ്പെടുവാൻ മനുഷ്യരെ കൊണ്ടൊക്കുമോ? വയസ്സ് ഈ പ്രായം വരെയും നിനക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, നീ മച്ചിയല്ലേ, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടില്ല, ശപിക്കപ്പെട്ട ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ ചുമ്മാ പറഞ്ഞ് ആക്ഷേപിക്കും. അതുകൊണ്ടാണ് ആ സ്ത്രീ പ്രായാധിക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ പറഞ്ഞു നിന്ദ നീക്കി. ആ നിന്ദ നീക്കപ്പെടുന്ന സ്ഥലം ഇസ്രായേലിൻ്റെ നിന്ദകൾ, അതായത് മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരുപാട് നിന്ദകളൊക്കെ അനുഭവിച്ചിട്ടാണ്. മിസ്രൈമിലെ നിന്ദകൾ എന്ന് വെച്ചാൽ അവിടുത്തെ പാപത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ടായി. അതെല്ലാം പരിച്ഛേദനയോടുകൂടി നീക്കിക്കളഞ്ഞ ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരെന്നാണ്. അത് വായിക്കട്ടെ. അപ്പം അവിടെ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലം നിന്ന് നീക്കിക്കളയുന്നു. ആളുകളൊന്ന് വായിച്ച വാക്യം ഒന്ന് വായിച്ച്. യോശുവ 5-ാം അധ്യായം 9-ാം വാക്യം. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. മിസ്രയീം എന്ന് പറഞ്ഞാൽ ലോകം. ഇപ്പം ലോകത്തിൽ ഈ നിന്നെന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു ആയുധമാണ്. മനുഷ്യനുണ്ടാകുന്ന കഷ്ടപ്പാടിനേക്കാൾ നിന്നയാണ് സഹിക്കാൻ വയ്യാത്തത്. പലരും ആത്മഹത്യ ചെയ്യുന്നത് തന്നെ കഷ്ടങ്ങൾ കൂടിയിട്ടല്ല, അവർക്ക് നിന്ന സഹിക്കാൻ വയ്യ. എന്നാൽ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ നിന്ദയ്ക്കും തുപ്പലിനും ഏൽപ്പിച്ചു കൊടുത്തെന്നാണ്. അവൻ്റെ മുഖം മറച്ചതില്ല, നിന്ദയ്ക്കും തുപ്പലിനും മറച്ചതില്ല. അപ്പോൾ ഇവിടെ ഇതാ ഈ സ്നാപയോന്നാൻ്റെ അമ്മ പറയുന്നു മനുഷ്യരുടെയിലുള്ളത് നിന്ദ. അതുകൊണ്ടാണ് ഈ മക്കൾ വേണമെന്നൊക്കെ പറഞ്ഞ് പഴയ തലമുറ. ഞാൻ തിരുവല്ലയിലെ ഓതറ ഫെയ്ത്തോമിൽ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന പടിയറ രാജു, നല്ലൊരു സഹോദരനാണ്. നല്ല ആത്മീയമായും നടത്തിപ്പാവിലൊക്കെ ചേർന്ന് വേലയ്ക്ക് വലിയ സഹായിയായിരിക്കുന്ന ഒരു നല്ല സഹോദരനാണ്. പക്ഷേ അവർ കുട്ടികളില്ല, 14 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ചിക്കാഗോ സഭയിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ സഭയിൽ വലിയൊരു പ്രശ്നമുണ്ടായി. പാസ്റ്റർ ടിയു, പാസ്റ്റർ ഡോൺ ഇവരെല്ലാം ദൈവിക ഭാഗത്തിരിക്കുമ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് അതിന് റിബലായി പ്രവർത്തിക്കുകയും ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. പാസ്റ്റർ ടിയുവിന് ഒരു ഭാര്യ കൊച്ചു കൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുവരെയും ചുമ്മാ അടിച്ചങ്ങ് വിട്ടു. കാരണം നിന്ദിക്കാണ്, മറ്റുള്ളവരെ നിന്ദിക്കാൻ. പാസ്റ്റർ ഡോണിനെല്ലാം ഒരുപാട് ആക്ഷേപം പറഞ്ഞു. അപ്പോൾ ഈ രാജു ആ സമയത്ത് നോക്കണം, തൻ്റെ ഏറ്റവും അടുത്ത സ്വന്തക്കാർ ആ ശത്രുപക്ഷത്ത് എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ ഈ രാജു എന്ന് പറയുന്ന സഹോദരൻ ഈ ഭാഗത്ത് നിന്നു. അപ്പോൾ അവൻ്റെ അമ്മായിപ്പം പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തതുകൊണ്ട് കോടികൾ വരുന്ന സ്വത്ത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ സ്വത്ത് തരത്തിലെന്ന് പറഞ്ഞു. അവൻ സ്വത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ നേരെ നിന്നു. അപ്പോൾ ആൾക്കാർ തന്നെ ആക്ഷേപിക്കുകയാണ്, നീ ഇങ്ങനെയൊക്കെ വലിയ ഭക്തനായി നിന്നിട്ട് ദൈവം നിന്നോട് കൂടി ഇല്ലല്ലോ, നിനക്ക് കുഞ്ഞുങ്ങളില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ഓതറ ഫെയ്ത്തോവിലേക്ക് വന്നു. ഓതറ ഫെയ്ത്തോവ് ഞങ്ങൾ അവിടെ ഒരു ബദാമുണ്ട് എൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ അത് വെട്ടി. ആ ബദാമിൻ്റെ കീഴിൽ 2 കസേരയിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഈ അമേരിക്കയിലെ സംഭവമൊക്കെ താനെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കന്ന് അത് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം ഇതേ സമയത്താണ് പള്ളിപ്പാട്, ഈ അമേരിക്കയിൽ ഷിക്കാഗോ നടക്കുന്ന സമയത്ത് തന്നെയാണ് പള്ളിപ്പാട് അതേ ആത്മാവ് പ്രവർത്തിക്കുന്നത്. നോക്കണം, അതേ സ്പിരിറ്റ് അവിടെയും പ്രവർത്തിക്കുന്നു. ഇനി അതിൻ്റെ വിശേഷമായൊരു കാര്യം എന്ന് വെച്ചാൽ പള്ളിപ്പാട്ടുകാരനൊരു സഹോദരൻ അപ്പോൾ അമേരിക്കയിൽ ഈ ഷിക്കാഗോയിൽ ഈ എതിർപക്ഷത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ തൻ്റെ ഒരു സഹോദരനുമുണ്ട്. ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേർ ഇവിടെയും അവിടെയും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്.
അപ്പോൾ പാസ്റ്റർ ടി ഒക്കെ പോകുന്ന അതേപോലെ ഒരു പരീക്ഷ എനിക്കിവിടെ ഉണ്ടായി. എനിക്ക് അത്രയും പരീക്ഷ അല്ലെങ്കിലും അത് വേറൊരു അനുഭവം, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ രാജ്യം ഒന്നും ഈ കാര്യമെല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു മക്കൾ എത്ര പേരുണ്ട്? ഈ മക്കളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു അയ്യോ എന്താ, അവൻ്റെ അപ്പനും എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, തൻ്റെ അപ്പനും പറഞ്ഞിരുന്നു ഇങ്ങനെ എൻ്റെ ഒരു മോന് ഇല്ലായിരുന്നല്ലോ, ഒരു മോന് മക്കളില്ല, അത് വലിയ കാര്യമായിട്ടല്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ശരി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ കസേരയിൽ നിന്ന് നല്ല ചരലിട്ടിരിക്കുന്ന പറമ്പിലോട്ട് മുട്ടുകുത്തി. ഞാൻ മുട്ടുകുത്തി, രാജു മുട്ടുകുത്തി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുക, പ്രാർത്ഥനയിൽ സ്വപ്നം കാണുക. 2 പ്രാവ്, അതായത് കപ്പിൾസ്, 2 കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുക. 2 പ്രാക്കൾ 2 കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്നു. ഞാനീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ട സ്വപ്നമാണ്. അപ്പോൾ രാജുவோട് ഞാൻ പറഞ്ഞു, രാജു പ്രാർത്ഥന കേട്ട് നിനക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തരുമെന്ന് പറഞ്ഞു. രാജു അത് വിശ്വസിച്ചു. നോക്കണം, വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് വിശ്വസിക്കണം. അങ്ങനെ രാജു പോയി. കറക്റ്റ് 1 വർഷം ആകുന്നതിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചു. എനിക്കത് പെൺകുട്ടിയാന്ന് തോന്നുന്നു. വലിയ സന്തോഷമായി. അതിനുശേഷം 5 വർഷമായി. അപ്പം ഞാൻ തിരുവല്ലയിൽ ട്രാൻസ്ഫറായി വെലങ്ങന്നൂർ തൃശ്ശൂരിൽ പോയി. കുറച്ച് നാൾ ശേഷം വീണ്ടും രാജുവിനെ വിളിച്ചു. അച്ഛാ അന്ന് 2 പ്രാങ്കുഞ്ഞുങ്ങളല്ലേ ദൈവം കാണിച്ചു, ഒന്നേ കിട്ടിയുള്ളല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ശരിയാണല്ലോ. അപ്പോൾ 5 വർഷമായി. അപ്പം ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എന്ത് ഡിസീസ് അവൾക്കുണ്ടായിരുന്നു അത് തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്തത്. ഈ ഒരു കുട്ടിക്ക് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു കാലത്തും ഇപ്പോൾ ദൈവം തന്നെങ്കിൽ ഇനിയും ഉണ്ടാകാൻ വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞ സമയത്ത് ഞാനിത് ചെയ്തു, ശരിയാണല്ലോ, ദൈവം 2ആണല്ലോ വാഗ്ദത്തം. അപ്പം ഞാൻ ചോദിച്ചു ആദ്യത്തെ പെണ്ണല്ലേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വന്ന് അതിന് ഒരു ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ഒരു ആൺകുട്ടിയും കിട്ടി. അപ്പോൾ അതോടെ തനിക്കുണ്ടായിരുന്ന നീങ്ങിയെന്ന് പിന്നീട് എന്നോട് പറയാനിടയായി. വലിയ സന്തോഷമാണ്. ഇപ്പോഴും താൻ ചിക്കാഗോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഒന്നല്ല, ഇതുപോലെ ആ ഒരു വിഷയത്തിൽ തന്നെ എലിസബത്തിൻ്റെ നിന്ന മാറ്റിയതുപോലെ ഇന്ന് ലോകത്തിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, എത്രയോ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥനയേക്കാൾ അവരുടെ വിശ്വാസം കൊണ്ടും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും നിന്ദിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, മുട്ടുകുത്തി പ്രാർത്ഥിക്കരുത്. അതിന് പാസ്റ്റർമാരും വേണമെന്നില്ല. ദൈവസന്നിധിയിൽ ഭാര്യയും ഭർത്താവും മുട്ടുകുത്തി പ്രാർത്ഥിക്കരുത്. ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കുക. മറിയെ പോലെ ഒന്ന് ശുദ്ധീകരണത്തോടു കൂടി കാത്തിരിക്കുക. അപ്പോൾ കർത്താവ് ഒരു സദ്യതയെ തരും. അതാണ് വിഷയങ്ങൾ. ഈ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് നിർത്തണ്ട. പണ്ടത്തെ കാലത്ത് എല്ലാവരും കൂട്ടുകുടുംബമായി മാറേ, അത് സന്തോഷമല്ലേ? ഇതിൽ കഷ്ടമാണെങ്കിൽ സാരമില്ല, അത് കൂട്ടുകുടുംബങ്ങളുണ്ടാകട്ടെ. ഇതാണ് നമ്മൾ കേട്ടല്ലോ, ഒരു പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങൾ. ഏഷ്യാനെറ്റുകാർ ജനനം മുതൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ അടുത്ത സമയം വരെയും അതിങ്ങനെ ഓരോ വർഷം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇടയ്ക്ക് 1-2 കണ്ടു. 5 കുട്ടികൾ ഒരു പ്രസവത്തിൽ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഒരു പ്രസവം മതി. അങ്ങനെയല്ല എല്ലാവരും ചിന്തിക്കുന്നല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്നവരും കഴിച്ചവരും. ഇനി ഇതിൽ പ്രായമായാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ അബ്രഹാമിന് എത്രയാണ് ഉണ്ടായത്? അബ്രഹാമിന് 90 വയസ്സായപ്പോഴല്ലേ? അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചിവിടെ കേട്ടോ, ഇച്ചിരി പിള്ളേരൊക്കെ ഉണ്ടാകട്ടെ. നല്ലതാണ്. വീട്ടിലിങ്ങനെ അടിച്ച് കളിക്കാനും. പിള്ളേർ പോയി അപ്പനോട് അമ്മയോട് പറയണം, പപ്പായും മമ്മിയോട് പറയണം, മമ്മി നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമെന്നാണ്. എനിക്കൊരു അനിയനെ കാണണം, ഒരു അനിയത്തെ കാണണം എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ ചിലതെല്ലാം പ്രസംഗിച്ച് പലതും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിള്ളേർ പോയി വഴക്കുണ്ടാക്കി, എനിക്ക് അനിയത്തെ തരണം, അനിയനെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും 40 വയസ്സായവരും 45 വയസ്സായവരും 50 വയസ്സുകാരൊക്കെ കുഞ്ഞുങ്ങളധികം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർത്തണ്ട. സന്തോഷമല്ലേ? ഞങ്ങളൊക്കെ 6 പിള്ളേരാണ്. നിങ്ങളുടെ പോളിസി എൻ്റെ അപ്പനും അമ്മയും എടുത്തിരുന്നെങ്കിലേ എങ്ങനെ ഇരുന്നേനെ? ഞാൻ 5ാമത്തെ ആളാണ്. 2-3 കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ചെറിയാമൻ എന്ന് പറയുന്നൊരു ഉപദേശി കാണുമോ തങ്കവേലു? എൻ്റെ തൊട്ട് മുഖത്താണ് സൗകര്യം. അതും പെന്തിക്കോസ് മിഷൻകാർക്ക് കിട്ടി. കത്തോലിക്ക സഭയിലാണെങ്കിലും പെന്തിക്കോസ് മിഷൻകാർക്ക് ആദായമായി 2 പേരെ സുവിശേഷ വേലയ്ക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൊടുക്കാറുണ്ടോ? സുവിശേഷ വേലയ്ക്ക് പോകുന്നുണ്ടോ? എവിടെ? ഒരെണ്ണം ഉണ്ടത്. ഞങ്ങളെ നോക്കണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചുമ്മായിരിക്കുമ്പം ചിലവിന് വരാൻ വേണ്ടി ഒരു 1-2 ഇങ്ങനെ പോകുന്നു. അതുപോലെ അബദ്ധമായി തീരും കേട്ടോ. അവിടെ മക്കൾ യഹോവയുടെ ദാനമാണ്, നിർത്തണ്ട. അതുകൊണ്ടാണ് പണ്ട് അമ്മമാരൊക്കെ സന്തോഷത്തോടെ 5-10 ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരമ്മ പറയുന്നത് കേട്ടു, ഇപ്പോഴല്ല,
നേരത്തെ എൻ്റെ ചെറുപ്പത്തിൽ. എൻ്റെ അപ്പനും അമ്മയ്ക്കും 11 പേരാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം കർത്താവ് യാക്കോബിൻ്റെ പത്രന്മാരെ പോലെ 12 തരണേ. വയസ്സുകാലത്ത് ഒന്നുകൂടെ കൊടുത്തു, അങ്ങനെ 12 ആക്കി. ഇപ്പം ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് പോകുന്ന ദൈവം അറിഞ്ഞതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സന്തതിയായി ജനിച്ചതാണ്. അപ്പോൾ എന്നെ ദൈവം മുന്നമേ കണ്ടിരുന്നതുകൊണ്ട് ഞാൻ ജനിച്ച് 5 വർഷം കഴിഞ്ഞാണ് എൻ്റെ അനിയൻ ജനിക്കുന്നത്. കാരണം അതുകൊണ്ട് കൊച്ചുമക്കളെ കാണാൻ കൊച്ചുമക്കളുണ്ടായി. കാരണം ജ്യേഷ്ഠൻ്റെ കുട്ടികളുണ്ടായാലും ഞാൻ ഷണ്ണനായി മാറി സുവിശേഷ നിമിത്തം. അപ്പോൾ അപ്പൻ എന്നോട് ചോദിച്ചോളാം, നീയും പോവാണോ, എനിക്ക് കൊച്ചുമക്കളെ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനല്ല അവസാനത്തിൽ സ്പെഷ്യലായിട്ട് ഒരുത്തർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ കയറി നമ്മൾ തുടങ്ങുമ്പോഴായിരുന്നാൽ മതി. ദൈവം എല്ലാം അതിൻ്റെ പ്ലാനിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിന്ദകൾ നമുക്കറിയാം. ഹാഗാറിൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട അനുഭവം അല്ലേ, നിന്ദയും ഒറ്റപ്പെടലുമാണ് നമ്മുടെ പ്രധാന വിഷയം. ഇനി അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറൊരു സൗകര്യം കാണുന്നുണ്ടല്ലോ, അന്ന. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അന്നയെക്കുറിച്ച് വായിക്കുമ്പോഴേ അന്നയുടെ നിന്ന ഇതായിരുന്നു, കുട്ടികളില്ല. പക്ഷെ വേറൊരു വിഷയമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്കുള്ള കുട്ടികളെക്കാൾ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ കുട്ടി. ഇപ്പോൾ ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിൽ പല പ്രാവശ്യം ചെല്ലുമ്പോഴേ നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരും സുവിശേഷം പറഞ്ഞ് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സഹോദരന്മാർ എന്നെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവർ കാറുമൊക്കെ ആയിട്ട് വരും. ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളാണ്. ഒരു വേലക്കാരൻ ഞാനിരിക്കുമ്പോൾ കിട്ടിയതാണ്. ഒരു ഓപ്പണർ മീറ്റിങ്ങിൽ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടതാണ്. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ജോലിയൊക്കെ ഇരിക്കുമ്പോൾ വേലയ്ക്ക് വന്നു. അങ്ങനെ പലരുണ്ട്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവരെന്ത് ചോദിച്ചാൽ ഞാൻ വരാം എയർപോർട്ടിൽ, അല്ലെങ്കിൽ ഇതിൽ വരാം. എയർപോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപദേശിക്ക് എങ്ങനെയാണ്. എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടി കേട്ടോ, അല്ലെങ്കിൽ പോകാനൊക്കത്തില്ല. ചീഫ് പാസ്റ്റർമാർ ചില സ്പെഷ്യൽ കൺസെഷൻ തന്നുകൊണ്ട് അങ്ങനെ പോകേണ്ടി വന്നു. അതിന് പൈസയും കൊടുക്കേണ്ടി വന്നില്ല. ഒരു വിശ്വാസി അതിൻ്റെ ഫുൾ ചിലവ് പല പ്രാവശ്യം പോയപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. കാരണം കുറേ അധികം പ്രവർത്തിക്കാൻ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ വണ്ടിയായിട്ട് വരും. അതാണ് ഏകാകിയുടെ മക്കൾ മക്കളുള്ളവളേക്കാൾ അധികം. യെശയ്യാ 54 ഒന്ന് വായിച്ച്. യെശയ്യാ 54 ഒന്ന് വായിച്ച്. ഏകാകിയുടെ മക്കൾ പ്രസവിക്കാത്ത മച്ചി. അപ്പം ഈ ഒരു കാര്യം ഓർത്തോണം, പ്രസവിക്കാത്ത മച്ചി എന്ന് പറയുന്നതിന് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തോടുണ്ട്. പ്രസവിക്കണമെന്നില്ല, പക്ഷെ വേറെ പ്രസവമുണ്ട്. ജഡത്തിലെ പ്രസവമുണ്ട്, ആത്മാവിൻ്റെ പ്രസവമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഈ TPM-ലെ ശുശ്രൂഷക്കാരെ, കത്തോലിക്ക ശുശ്രൂഷക്കാരെ, മേൽപ്പെട്ടക്കാർ, യാക്കോബായിലെ മർത്തോമക്കാർ, അച്ഛന്മാരൊക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ചുമ്മാ തമാശിനോ ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല, കൾട്ട് ഉപദേശമൊന്നും അല്ലത്. ചില പുള്ളികൾ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് ബോധവും പൊക്കടവും ഇല്ലാതെ സംസാരിക്കും. ചില പുള്ളികൾക്ക് സോഷ്യൽ മീഡിയയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ ലാത്തിയടിക്കും. ഇവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ പൊട്ടന്മാരുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വേലയിൽ, പ്രതിഷ്ഠയുടെ വേല എന്ന് പറയുന്നത് മനോഹരമായൊരു വേലയാണ്. ഞാൻ 45 വർഷമായിട്ട് ചെയ്യല്ലേ, ഇതിനകത്ത് ജനിച്ചതല്ലോ. ഇതിനകത്ത് ജനിക്കാതെ മറ്റ് സഭയിൽ, റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന ഞാൻ ഈ പ്രതിഷ്ഠയിലൂടെ ജീവിക്കുന്നു. എന്നെപ്പോലെ എത്രയോ പേര്. എൻ്റെ സിസ്റ്റർ കന്യാസ്ത്രീ ആകാൻ പോയവൾ, അവളെ ദൈവം പിടിച്ചുകൊണ്ട് വന്നു. ഇത്രയും ഇവിടെ ഇരിക്കുന്നു 3-4 പേര്, എല്ലായിടത്തും ഉണ്ട്. ഇത് ഒരു ഭാഗ്യപരമായ വേലയാണ്. കാരണം എന്താ, വായിച്ചേ. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക. ഈ പ്രസവത്തിൽ നോവില്ല, പക്ഷെ പ്രസവത്തിന് ശേഷമാണ് നോവ്. എങ്ങനെ അറിയാം? പൗലോസ് പറഞ്ഞില്ലയോ, ഇവിടെ ഞങ്ങൾക്ക് പ്രസവിക്കുന്നതിന് നോവില്ല, പക്ഷെ പ്രസവിച്ചതിന് ശേഷമാണ് നോവ്. ആത്മാക്കളെ ആ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ഞങ്ങളുടെ ഒരു പങ്കുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. ആ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളെ ഈ സുവിശേഷ ഓട്ടത്തിന് വിളിച്ചത്. തെസ്സലോനിക്ക ലേഖനത്തിൽ 2:14 വായിക്കുമ്പോൾ ഈ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ് കർത്താവ് ഞങ്ങളെ ഈ സുവിശേഷ ഓട്ടത്തിൽ വിളിച്ചത്. ഇതൊക്കെ ഇന്ന് തുറന്നു പറയാൻ ചിലർക്ക് പേടി, ചിലർക്ക് പറയുമ്പോൾ അമ്മമാർക്ക് പ്രയാസമാണ്. കാരണം അവർക്ക് ആ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് അടിച്ചു കളയും. ഇതൊക്കെ ശരിയല്ലെന്ന് പറയുകയാണ്. വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യോഗമാണ്. ഇവിടെ ചപ്പൻ ചവരം പറയുന്നവന് കിട്ടുമല്ലോ. ഇന്നിപ്പോൾ ലോകത്തിൽ ഒരു കോളേജ് അധ്യാപകൻ എന്തുവാ പഠിപ്പിക്കുന്നത്? ഹിറ്റ്ലർ യഹൂദരെ കൊന്നു, ലോകചരിത്രം, വേൾഡ് ഹിസ്റ്ററി, മറ്റത് മറിച്ചെല്ലാം പഠിപ്പിക്കുന്നവന് കിട്ടും ലക്ഷങ്ങൾ, അല്ലേ? ലക്ഷങ്ങൾ കിട്ടും.
പിന്നെ ഉപദേശിമാർ സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്കുള്ള ദൈവം തരും. വിശ്വാസികൾ പുറകെ പോയി കൈ കിട്ടേണ്ട ആവശ്യമില്ല. അതിന് ഈ കുലുക്കി കൊണ്ട് തന്നെ ഉണ്ടിയോ എന്തായാലും ഒരു സഞ്ചി നോക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് നമ്മൾ ദൈവം കൊടുക്കുന്നത്. വിശ്വാസികളെ നോക്കി ഒരു വേലക്കാരൻ ജീവിക്കാൻ വകുപ്പില്ല. എൻ്റെ നീതിമാൻ അങ്ങനെ ജീവിച്ച പോലും കാര്യം നടക്കും. ഇപ്പോൾ നമ്മളിവിടുത്തെ ലക്ഷങ്ങൾ കോടികളുടെ പരിപാടികളാണ്. ആരുടെയെങ്കിലും പിരിക്കാൻ പോകുന്നുണ്ട്, ഒരുത്തിനോട് ചോദിക്കാൻ പോകുന്നുണ്ട്, സഭയിൽ പിരിവുണ്ട്. സഭയിലെ വിശ്വാസികൾ തന്നെ കൊണ്ടുവരേണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും മനസ്സോടെ സന്തോഷമുള്ളവർ മാത്രം കൊടുക്കുക, അല്ലാത്തവരാരും കൊടുക്കട്ടെ. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇത് തമ്പുരാൻ തീർത്തോളൂ. എത്ര അത്ഭുതമായിട്ട് നടക്കുന്നു അല്ലേ? എത്ര അത്ഭുതമായ കാര്യങ്ങൾ നടത്തുന്നു. ഇതുകൊണ്ടാണ് ഈ വേല ദൈവത്തിൻ്റെ എന്ന് പറയുന്നത്, ഇത് ഒരു വ്യക്തിയുടെ അല്ല. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട വേലയാണ് മൽക്കീസദേക്കിൻ്റെ ക്രമം. പിതാവില്ല മാതാവില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ മൽക്കീസദേക്കിൻ്റെ ക്രമത്തിലെ ശുശ്രൂഷയാണ് യേശു സ്ഥാപിച്ചിരിക്കുന്നത്. ചില പെന്തക്കോസ്തുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങളുടെ വേല നിങ്ങൾ ചെയ്യ്, തെറ്റൊന്നുമില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിളിക്കത്തോണം. ഇവിടെ കയറി ഈ TPMകാരെ ബുദ്ധിമുട്ടിക്കാൻ പോകാതെ, അവരെ വിളിച്ച ദൈവമല്ല, അവർ നടത്തിക്കോളും. നീ ഇവിടെ സോഷ്യൽ മീഡിയ ആയിരുന്നുകൊണ്ട് നിനക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി ഇതിനെ തട്ടാൻ നോക്കിയാൽ അധികം നാളെ മുന്നോട്ട് പോകത്തില്ല. ഇറങ്ങിയവരൊന്നും ശരിയായിട്ടില്ല. ആരംഭത്തിൽ തന്നെ ഒരു TG ഉമ്മച്ചൻ എന്ന് പറഞ്ഞ IPCയിൽ ഒരു ബഹർഫരായ ഭാഷയാണ്, ഒരുപാട് ആത്മീയ ഗുണമുള്ളവനാണ്. പക്ഷേ പുള്ളിക്കും തോന്നി ഈ പ്രസ്ഥാനം ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. അതൊരു പുസ്തകമൊക്കെ എഴുതി, ഇത് ആദ്യത്തെ കട്ടുപദേശമാണ്, ദുർമാർഗികളാണ്, പിന്നെ പറയാൻ കൊള്ളാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചത് അന്നത്തെ IPCയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ്. എന്നാൽ ഇന്നൊന്നുമല്ല. അത് കഴിഞ്ഞ് ഭാഷ വേറൊരു IPCയിൽ പ്രധാനപ്പെട്ട, ഞാൻ പേര് പറയുന്നില്ല, അത് ഉന്നത സ്ഥാനത്തിരുന്ന മനുഷ്യനാണ്. കുമ്പനാട്ട് നമ്മുടെ ഈ TPMകാരുടെ വേല ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, TPMൻ്റെ വേല കുമ്പനാട്ട് സ്ഥാപിക്കാമെങ്കിൽ കൈവെള്ളയെന്ന് ഞാൻ രോഗം പിടിച്ചത്. വല്ലതും ആവശ്യമുണ്ടോ? അത് ഇവിടുന്ന് പാർഷപ്പോളുമായിട്ടുള്ള ഐക്യതയിലൊക്കെ പാർഷായി പോയ മനുഷ്യന്മാരാണ്. വല്ലതും ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ? കുമ്പനാട്ട് TPMൻ്റെ വേല, കുമ്പനാട്ട് ഇവരുടെ ക്യാപിറ്റലില്ല, ആസ്ഥാനമാണല്ലോ. നല്ലതാണ്. അവിടെ ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്. പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ മോനായി, ഒരുപാട് നല്ല മനുഷ്യർക്ക് എനിക്ക് ഒരുപാട് പരിചയമുണ്ട്. ഞങ്ങൾ സ്നേഹിതരുമാണ്. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില പുള്ളികൾ എഴുന്നേക്കും. ഈയിടെ വേറൊരുത്തരെ കണ്ടെത്തും. അവൻ്റെ പേര് അതല്ല, ജോബി നിർത്തി. ജോബി ആരംഭിച്ച് പുള്ളി നിർത്തി, പരിപാടി ഓടുന്നില്ലെന്നുണ്ട്. വേറൊരുത്തിന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നല്ലവണ്ണമൊക്കെ പകരം പറഞ്ഞവനായിരുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെയുള്ളൊരു അനാഥാലയമൊക്കെ നടത്തി. ജെയ്സനോ എന്തോ പറഞ്ഞു, പേര് പറഞ്ഞു പോയത്. അപ്പോൾ നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ആൾക്കാർ അഹങ്കാരികൾ നിങ്ങൾ ആകാരിക്കാൻ വേണ്ടി ചിലർ എഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ ഉപദേശം തെറ്റിക്കാവോ? എനിക്കതേ ഉള്ളൂ. നിങ്ങൾ TPMകാരെ തിരിച്ച് വിളിച്ചു, എന്നെ ചീത്ത വിളിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞിരിക്കുന്ന ഉപദേശത്തെ കയറി പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. മൽക്കീസദേക്കും പ്രതിഷ്ഠയുടെ വേലയും ഇതെല്ലാം സത്യമല്ലേ? പിന്നെ ചിലർ പിന്മാറിപ്പോകുന്നു. അതിന് ആരംഭകാലത്ത് കർത്താവിൻ്റെ കൂടെ യൂദ ആത്മഹത്യ ചെയ്തില്ലേ? യൂദ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് വെച്ച് ഒരു വേലക്കാരൻ വളരെ പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ നീ പോക്കുപോയ നരകത്തിലെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം അവനോട് വാൺ ചെയ്തു. അവൻ പിന്നെയും അത് തന്നെ തുടർന്നു. അവസാനം അവൻ കെട്ടിയാതി എത്തുപോയി, യൂദായെപ്പോലെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞല്ലോ, ഇവരെങ്ങനെ ഇതെന്തോ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നരകത്തിൽ പോയി മനസ്സിലാവും. TPM വേലയ്ക്ക് ഒന്നവനാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരുത്തരം ആത്മഹത്യ ചെയ്തില്ലേ? വേറൊരുത്തൻ തീവ്രവാദിയുടെ ആത്മാവില്ലായിരുന്നു, പത്രോസിന് അല്ലേ? വാളെടുത്തില്ലേ? എതിരാളി വന്നപ്പോൾ വാളെടുത്തത് കഴുത്തിന്. പക്ഷേ വാളിഞ്ഞ് വന്നുകൊണ്ട് പുള്ളിക്ക് വെട്ടാൻ അറിയത്തില്ലായിരുന്നു. പുള്ളി ആയുസിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതൊരു വലിയ കുഴപ്പം. അതുകൊണ്ടാണ് കഴുത്തിന് വെട്ടി നേരം ചെവിക്കാൻ കൊണ്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പുള്ളികളെയൊക്കെയാണ് ഞങ്ങൾ ഉൾപ്പെടെ. അല്ല TPMലെ വിശ്വാസികളും വേലക്കാരിങ്ങനെ ആകാശത്ത് പൊക്കിവിട്ട് വിശുദ്ധന്മാരല്ല. ഈ സമുദായക്കാർക്ക് വേണ്ടാത്തവരും ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ അപ്പന്മാരും ഈ വിശ്വാസി വന്നവരൊക്കെ ഭരിച്ചു കള്ളുകൂടിയന്മാരും കത്തിക്കുത്ത് നടത്തവന്മാരും നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ഹൈറേഞ്ചിലേക്ക് ഓടിക്കയറിയവരൊക്കെ ഒരുപാട് പേരുണ്ട്. നാട്ടിൽ തന്നെ തരണം. ഇങ്ങനെ ഒരുത്തർക്കും വേണ്ടാത്തവരൊക്കെയാണ് ആദ്യം പെന്തക്കോസ്തിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ സന്തതികളില്ല. അപ്പോൾ ജീൻസിൽ അതിനെ കാണും. പിന്നെ തമ്പുരാൻ വിളിച്ചതിൻ്റെ കാരണം എത്ര കൊള്ളരാത്തം വന്നാലും കർത്താവായ യേശുവിന് അവനെ ശരിയാക്കിയെടുക്കാൻ കഴിയും. ആ പരുവത്തിൽ പോയാൽ മതി. അപ്പോൾ ഞാൻ ശരിയായില്ലേ? ഇത്രത്തോളം ആയില്ലേ? മൊത്തമായില്ലെങ്കിലും എനിക്കതിന് അഭിമാനമുണ്ട്. എൻ്റെ യേശുവിനോട് കൂടിയുണ്ട് ഞാൻ വ്യത്യാസമായി. ഇല്ലെങ്കിൽ ഞാൻ എന്തേ നശിച്ചു കൊണ്ടുവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സത്യത്തിന് കയറി ആരും എതിർക്കാൻ പോകരുത്.
അപ്പം നിന്ന കുട്ടികളില്ലാത്തവർ നിന്നയാണെങ്കിലും കുട്ടികളില്ലാത്തതിന് വലിയൊരു അനുഗ്രഹമുണ്ട്, മഹത്വമുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. അതാ യെശയ്യാപ്രവചനം 54 വായിച്ച്. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തു ഘോഷിക്ക. ഏകാഗിരിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ. അധികം. എനിക്ക് എന്തുമാത്രം ആത്മാക്കളുണ്ടെന്നറിയാമോ? ഞാൻ തന്നെ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ, സുവിശേഷ വേല വന്നവർ. പട്ടണങ്ങളിലിരിക്കും 20 പേരാ സുവിശേഷ വേലയ്ക്ക് വന്നത്. 17 പിന്നെയും വന്നു 3 പേര്. ഞാൻ 17 എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്ത് പട്ടണക്കാർ ഇല്ല പക്ഷേ അവർ തന്നെ അന്ന് എഴുന്നേറ്റ് ഒരു 20 പേരുണ്ടായിരുന്നതാണ്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ അതിലൊരു അനുഗ്രഹമല്ലേ? ചിന്തിച്ചോളൂ, നിങ്ങൾ എത്ര ആത്മാക്കൾ നേടി? നിങ്ങൾക്ക് എത്ര പേര് കിട്ടി? വയൽ വാങ്ങിച്ച് സ്വത്ത് വാങ്ങിച്ചതൊക്കെ ശരി, ഞങ്ങളുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞാനും പല സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഹോള് 3 സ്ഥലത്തൊക്കെയാണ് പണിതിട്ടുണ്ട്. വലുത് പിന്നെ ചെറുത്. നമുക്ക് തന്നെ നഷ്ടം. നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഈ എസ്കലേറ്റർ കയറുന്ന പോലെ. പണ്ടികൾ ആദ്യമായിട്ട് ഡൽഹി ചെല്ലുന്ന സമയത്ത് ഈ എസ്കലേറ്റർ അവിടെ ആദ്യം ഇന്ത്യയിൽ വന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 5-6 പേര് സ്റ്റെപ്പിൽ കൂടെ കയറാവുന്നതിന് പകരം ഇതാ കയറി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ കയറി ഇന്ന് അറിയത്തില്ലല്ലോ. അതിങ്ങനെ സ്റ്റെപ്പ് ഉണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചാടിക്കയറി പോകേണ്ടത്. ഞാനും നമ്മുടെ സണ്ണിപ്പാഷും കൂടെ ചാടി സ്റ്റെപ്പേ കയറി ഞങ്ങൾ ഉരുട്ട് വീണു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എസ്കലേറ്റർ നിൽക്കുന്നവരവിടെ നിന്ന് കൊടുത്താൽ മതി. അവിടെ കൊണ്ട് എത്തിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിൽ നമ്മൾ ഇണങ്ങി കൊടുക്കാമെങ്കിൽ അവർ കൊണ്ട് എത്തിച്ചോളും. ഇടയ്ക്ക് നമ്മുടെ അഭ്യാസം ഇറക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെതായ ബുദ്ധിയും അഭ്യാസങ്ങൾ ഇറക്കിയത് കൊണ്ടൊക്കെ ചില അബദ്ധങ്ങളും പേരാനും വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അനുഭവമായതുകൊണ്ട് അതെല്ലാം മാറ്റി മാറ്റി വരികയാണ്. ഇപ്പോൾ വേല വന്നാലും നമ്മുടെ തനിഗുണങ്ങൾ കാണിക്കും. അത് ജുബായിട്ടുണ്ടാകും. ഏതെല്ലാം ടൈപ്പുകളെ കർത്താവ് വിളിക്കുന്നു? ഇടിമക്കൾ, ബോർഗ്നസ്, അല്ലേ, തീവ്രവാദി, വാൾ കൊണ്ട് നടന്ന പത്രോസ്. അപ്പോൾ ഇതൊന്നും വല്ല കണക്കൂട്ടില്ല, ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വതന്ത്രക്കാരായാലും മറ്റു ബന്ധുക്കോസുകാരായാലും TPM-കാരായാലും ലക്ഷ്യത്തിലെത്തുന്നതാണ് പ്രധാനം. ഇവിടെ കിടന്ന് പത്രാസ് കാണിച്ചുകൊണ്ട് ആയിരുന്നോ? അതുകൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് കുറ്റം പറഞ്ഞു പോകാതെ അവനവൻ്റെ ഏൽപ്പിച്ച ഫീൽഡിൽ അവനവൻ്റെ വേലയും നോക്കി അവനവൻ്റെ ആത്മാക്കളെ നോക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പ്രസവത്തിന് വേദനയില്ല, പക്ഷേ പ്രസവം കഴിഞ്ഞ വേദന. 2 14-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, വീണ്ടും നമ്മളിലുള്ള ആത്മീയ സന്തതി ഉരുവാക്കുന്നതിന് വേണ്ടി ഒരു പ്രസവവേദന അനുഭവിക്കുന്നുണ്ട്. വായിച്ചേ, 2 സ്ഥലത്ത് പറയുന്നുണ്ട്. ക്രിസ്തുവിനുള്ള ഏകാഗ്രം നിർമ്മലയും വിട്ടു പോകുമെന്ന് ഞങ്ങൾ 2 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നും പുറത്തു കൊണ്ടുവരല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി. അപ്പോൾ ആ എരിവെന്നുള്ള സ്ഥാനത്തിൽ മറ്റൊരു ട്രാൻസ്ലേഷൻ വേദന എന്നാണ്. ഞാൻ വേദനയോടുകൂടി ഈ പ്രവർത്തനം ചെയ്യുകയാണ്. എന്തിനാ? ക്രിസ്തുവിൻ്റെ നാളിൽ വായിച്ചേ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ പിശാചിങ്ങനെ പൊത്തിമുക്കിൽ വരുന്നല്ല, ദുരുപദേശങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ ഗൈഡൻസ്. ഇന്ന് ബൈബിളിൽ പലതും പറയത്തില്ലേ. പലരും എന്താ പറയുക, സോഷ്യൽ മീഡിയ കൂടെ അടിച്ച് തകർക്കുകയല്ലേ. പെന്തിക്കോസിൽ അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, എല്ലാം. അവന്മാർക്കൊന്നും ഇത് കേൾക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഭൂരിപക്ഷവും തിരിഞ്ഞു പോകുന്നുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആശ കിട്ടും. ഈ മണ്ടന്മാരോ അറിഞ്ഞ സത്യത്തെ, ഇതിൽ ജനിച്ചു വളർന്നവന്മാർ പോലും ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് സർപ്പം എന്ന് പറഞ്ഞാൽ ദുരുപദേശം പറയും. അടുത്തത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗലാത്യലേഖനം 4:19 വായിക്കുമ്പോൾ ആത്മീയമായി ജനിച്ച സന്തതികൾ അത് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രസവവേദന പൗലോസ് പറയുകയാണ്. അപ്പോൾ ശരിയായ ശുശ്രൂഷകരെ ജനിപ്പിച്ചാൽ മാത്രം പോലെ, ജനിപ്പിച്ച സന്തതികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തും വരെയുള്ളതായ ഒരു ഭാരമുണ്ട്. പിന്നെ അവരായിട്ട് യൂദായെ പോലെ നശിച്ചാൽ കർത്താവ് പറയുന്നില്ലേ, പിതാവേ എനിക്ക് തന്നവരെല്ലാം ഞാൻ സൂക്ഷിച്ചു, ആ നാശയോഗ്യനൊഴികെ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ പിന്മാറിപ്പോയതായിട്ട് എനിക്കറിയത്തില്ല. പിന്മാറിയവർ തിരിച്ചു വന്നതല്ലാതെ പിന്മാറിപ്പോയവർ, അതായത് ശരിയായ ആത്മയാക്കൾ ഒരെണ്ണം പോലും പിന്മാറിയതായിട്ട് എനിക്കറിയത്തില്ല. കാരണം നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അഥവാ പോയെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിലില്ലാത്തവന്മാരാണ്. സമ്മിശ്രമത്തോ കണ്ടുകയറി ആവശ്യങ്ങൾക്ക് വന്നവരാണ്. യേശുവിൻ്റെ കാലത്ത് വന്നവർ ബഹുപുരുഷാരും വിട്ടുപോയില്ലേ.
കാരണം അതുപോലെ ഒരു ഭാരമെടുത്താണ് നമ്മളിപ്പോഴും സഭയെ നടത്തുന്നത്. നമുക്കുള്ള ആത്മാക്കളെ ദൈവസനിൽ ജാഗരിക്കുന്ന ഒരു വേലക്കാരൻ അങ്ങനെ ആയിരിക്കണം. ഞാൻ മാത്രമല്ല, എല്ലാവരും വായിച്ച് ഗലാത്യർ 4:19. ക്രിസ്തു നിങ്ങളെ ഉരുവാക്കുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ. അപ്പോൾ അതാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ അനുഭവങ്ങളെ ജനങ്ങൾക്കുള്ള വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഗർഭവേദന. അപ്പം ആത്മീയ ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കില്ലേ. ഞാനൊക്കെ വിശ്വാസിയായിരിക്കും എന്തോ ഒരു ഭാരത്തോടെ, അയ്യോ രാത്രിയൊക്കെ ഇരുന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ തീരണ്ടേ? ഈ രാജ്യങ്ങളിലെല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും, മുഴു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മുഴു ലോകത്തിന് വേണ്ടി ഒറ്റവാക്കി പ്രാർത്ഥിക്കുകയല്ല, ഓരോ രാജ്യത്തിൻ്റെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. എത്രയോ കാലങ്ങൾ. കാരണം അങ്ങനെ ഒരു ഭാരം തന്നിരുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, മുഴു ലോകത്തെക്കുറിച്ചുള്ള ചിന്താഭാരം. അപ്പോൾ ശരിയായ ആത്മീയർക്ക് അങ്ങനെ ഉണ്ടാകും. അല്ലാത്തവനെന്നെ വല്ലതും കഴിച്ചു പിടിച്ച് കളിപ്പീരും നടത്തി പോയി കിടന്നുറങ്ങും. അവസാനം ഒറ്റയടിക്ക് ന്യായവിധിയും വരും. വായിക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും പിന്നെയും ക്രിസ്തു നിങ്ങളെ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അതിൻ്റെ അർത്ഥം ഇത് ആത്മീയരോടുള്ള ദൂതാണ്, അല്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതല്ല. കുഞ്ഞുങ്ങളായതിനു ശേഷം ആത്മീയരല്ലാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനില്ലാതെ സങ്കടവും ദുഃഖവും വരും. ഇത്രയും അധ്വാനിച്ചിട്ട് അവസാനം ഇതെല്ലാം തലതിരിഞ്ഞു പോകുന്നില്ല. ലോകത്തിലുണ്ടാകുന്ന ദുഃഖം പോലെ. അപ്പം പ്രസവിക്കാത്തവർക്കുണ്ടാകുന്ന മക്കൾ അധികം. പക്ഷെ അവിടെ ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിൻ്റെ പൂർണ്ണതയില്ലാത്തവരാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ. അപ്പം നിന്ന നമുക്കറിയാം, ശമൂലിലെ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ ഒഴിവാക്കുന്നതിന് മുൻപ് ദൈവം ഒരു ബ്ലോക്ക് കൊടുത്തിരുന്നു. ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി തിരിച്ചു വരാം, വായിക്കാം. അവിടെ അന്ന എന്ന് പറയുന്ന സ്ത്രീ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നോക്കണം, എല്ലാ സൗകര്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭർത്താവുമുണ്ട്. ആ ഭർത്താവ് പറയുക, നിനക്ക് മക്കളില്ല, എന്നാ ഞാനില്ലേ, 10 പുത്രന്മാരെക്കാൾ നിനക്ക് നല്ലതല്ലേ. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. അവൾക്ക് വേദനയാണ്, കാരണം കുഞ്ഞുങ്ങൾ ജനിക്കണം. ഇതൊരു ദൈവ പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറയുന്നത് സാധാരണ ഒരു കുട്ടിയല്ല. ശ്രദ്ധിച്ചോണം, എല്ലാ കുടുംബക്കാരും ശ്രദ്ധിച്ചോണം. ഇവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറയുന്നൊരു സാധാരണക്കാരൻ കുട്ടിയല്ല. ഇസ്രായേലിനും വരുംകാലം മുഴുവൻ സുവിശേഷത്തിൻ്റെ ഒരു പ്രവാചകനായിട്ടൊരു സമൂഹത്തിൽ വേണം. അതിച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ കന്യാമറിയത്തെ അല്ല മറിയത്തെക്കുറിച്ച് നോക്കിയേ. അവർക്ക് കൃപല വെച്ചെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇസ്രായേലിൻ്റെ നാട്ടുനടപ്പിൽ യെശയ്യാപ്രവചനത്തിൽ കാണുന്ന 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനം, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ വചനം ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ ശിമിയോൻ എന്ന് പറഞ്ഞ ഒരാൾ. ഏതാ? യേശുവിനെ ദേവാലയത്തിൽ കണ്ട മനുഷ്യൻ ശിമിയോൻ എന്ന് പറഞ്ഞൊരുത്തൻ ആണ് ഇത് ഭാഷയിലേക്ക് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതായത് അരാമ്യ ഭാഷയിൽ നിന്ന് എബ്രായിലേക്കോ ഗ്രീക്കിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തിൽ ഈ യെശയ്യാപ്രവചനത്തിൽ ഈ വാക്ക് തനിക്ക് ഉടക്കി. താൻ ബുദ്ധിയുള്ളവനാണ്, നല്ല ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് തൻ്റെ ബുദ്ധിയിൽ കന്യ ഗർഭിണിയായ ഒരു മാനം പ്രതി എന്ത് പരിപാടിയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കന്യകത്വം പോയില്ലേ, പിന്നെ ഗർഭിണിയായി പ്രസവിക്കുമ്പോൾ കന്യയാണ്. ഇതെൻ്റെ മനസ്സിൽ കിടന്ന് കുഴഞ്ഞു. അപ്പോൾ താനത് ട്രാൻസ്ലേറ്റ് ചെയ്യാനിങ്ങനെ മടിച്ചു. കാരണം ഒറിജിനൽ ട്രാൻസ്ലേഷൻ കൊടുക്കണ്ടേ. അപ്പോൾ കന്യ ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന വിഷയം എഴുതാൻ ഈ ശിമിയോൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് പോലെ തോന്നി. ഉടനെ നമ്മുടെ യോഹന്നാൻ്റെ അപ്പനോട് കർത്താവ് പറഞ്ഞ പോലെ, നിൻ്റെ കണ്ണ് കാണുന്നത് വരെയും നീ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് പറഞ്ഞു. ശരി, നീ എഴുതിക്കൂ, നീ ഇത് കണ്ടിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ വെച്ച് ശിമിയോൻ കുഞ്ഞിനെ കയ്യിലെത്തുമ്പോൾ, കർത്താവ് ഇനി എന്നെ വിട്ടയക്കരുതോ, നീ പറഞ്ഞതുപോലെ കുഞ്ഞിനെ ഞാൻ കണ്ടു, ഇനിയെങ്കിലും എൻ്റെ വർഷങ്ങളോടെ ജീവിച്ചെന്നാണ് പറഞ്ഞത്. അവനിങ്ങനെ ഓരോ കുഞ്ഞിനെയും പരിച്ഛേദനയാക്കാൻ കൊണ്ടുമ്പോൾ ഈ ശിമിയോൻ ആ വാക്യം കണ്ടോ, ലൂക്കോസിന്റെ സുവിശേഷം 2:27. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലെടുത്ത് കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. കാരണം ഈ ശിമിയോനെ അവിടെ വരുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം വരുമ്പോൾ പോയി നോക്കും, ഇവനാണോ, ഇതാണോ, അത് ഏതാ, ദൈവം പറഞ്ഞില്ലേ നീ ഈ കുഞ്ഞിനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പോൾ ആ കാര്യം പറഞ്ഞത് ഓരോ ആൺകുഞ്ഞുങ്ങൾ വരുമ്പോഴും നോക്കും, ഇവനാണോ അവൻ, അല്ല. അങ്ങനെ വർഷങ്ങൾ, അനേക നാളുകൾ, എത്ര വർഷമാണ് ചിന്തിച്ച് നോക്കണം. ഏത് വർഷത്തിലെ ട്രാൻസ്ലേഷൻ എഴുതുകയില്ലെങ്കിലും ഒരു 10-100 വയസ്സിനൊക്കെ മേളിൽ പോയി. താനിങ്ങനെ നടക്കുക, നിറച്ചു മൂത്ത് ഇങ്ങനെ ദേവാലയം വിട്ട് പിരിയാതെ ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ കാത്തിരിക്കുക. അവസാനം കണ്ടെത്തി, കയ്യിലെത്തപ്പോൾ ആത്മാവിൻ്റെ ഡീലിങ്സ് ഉണ്ടായി. വായിച്ചേ. ഇപ്പോൾ നാഥ
തിരുവചനം പോലെ നീ നോക്കണം. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നോക്കണം, മതി, സമാധാനത്തോടെ വിട്ടയക്കുന്നു. കണ്ട് തൃപ്തരായി മരിച്ചു. അപ്പം അങ്ങനെ ആ ശിമിയോൻ എന്ത് ചെയ്തു? ഈ യേശുവിനെ കണ്ടെത്തി. അപ്പോൾ ഈ കന്യയെ ആയ അല്ലെങ്കിൽ യേശുവിനെ പിറപ്പിക്കാൻ വേണ്ടി മറിയം വിവാഹം നിശ്ചയം കഴിഞ്ഞൊരു സ്ത്രീയായിരുന്നു. കന്യകത്വത്തിന് വേണ്ടി കോൺവെൻറ്റിൽ മഠത്തിൽ താമസിച്ചവളാണ്. അന്ന് ഇസ്രായേൽ ഒരു നാട്ടിടപ്പുണ്ട്. ഈ പറഞ്ഞ കന്യ ഗർഭിണിയായ മകനെ പ്രസവിക്കുമെന്ന വാഗ്ദത്തം നിറവേറ്റാൻ കന്യാസ്ത്രീകളെ പോലെ കന്യാത്വത്തിന് വേണ്ടി കാത്തിരുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. ഈ കോൺവെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ മഠത്തിൽ താമസിക്കുമായിരുന്നവർ. അവർക്ക് പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. ഏകദേശം ടീനേജിൽ തന്നെ ആ പിള്ളേർ വരും. 13 വയസ്സാകുമ്പോൾ 12-13 വയസ്സാകുമ്പോൾ ഈ മഠത്തിൽ വന്ന് താമസിക്കും. ഇന്നത്തെ കാലത്തൊക്കെ നേരത്തെയല്ലേ കല്യാണം. അപ്പോൾ കന്യകത്വ കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ടീനേജിൻ്റെ കാലമാണെന്ന് എൻ്റെ അറിവിൽ. ടീനേജിൻ്റെ കാലമാണ്. ടീനേജ് എന്ന് പറഞ്ഞാൽ അതാണ്. ടീനേജ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 വരെ. അതായത് 13, 14, 15, 16, 17, 18, 19. ഈ 19, 13 അതാണ് ടീനേജ് എന്ന് പറയുന്നത്. ചിലരുടെ ടീനേജ് വെച്ചാൽ അവർക്കറിയത്തില്ല. ഇത് തന്നെയാണ് 13 മുതൽ 19 വരെ. എൻ്റെ ടീനേജ് അവസാനിക്കുന്ന സമയത്താണ് കർത്താവ് എൻ്റെ 19ാമത്തെ വയസ്സിൽ കണ്ടെത്തിയത്. അപ്പോൾ ഈ ടീനേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കന്യാസ്ത്രീത്തിനൊരു സമയം വെച്ചിരുന്നു. ആ സമയത്തിൽ ഈ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ യേശു ജനിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ കല്യാണം കഴിക്കാം. പിന്നെ അടുത്ത ബാച്ച് വരും. അതുകൊണ്ടാണ് ഇവർ കന്യാസ്ത്രീകാലം കഴിഞ്ഞ് വിവാഹ നിശ്ചയം നടത്തി. ഇനി ഒരു കാലത്തും ആ മറിയത്തിൽ യേശു ജനിക്കത്തില്ല. മനസ്സിലാവുന്നോ? അതാണ് കൃപ ലഭിച്ചെന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ വ്യവസ്ഥ പ്രകാരം കന്യകാലം കഴിഞ്ഞവളാണ്. ഇനി വേറൊരുത്തരെ കാണുന്നുണ്ടല്ലോ, അന്ന, വേറൊരു അന്നയ അല്ലേ? മത്തായി സുവിശേഷം, ലൂക്കോസ് സുവിശേഷത്തിലാണ്. അവൾ കന്യകാലം കഴിഞ്ഞ് പിന്നെ ഭർത്താവിനോട് ജീവിച്ചു, പിന്നെ വിധവയായി. 3 ഘട്ടത്തിൽ ജീവിച്ചൊരു സ്ത്രീയുണ്ട്. മത്തായി സുവിശേഷം 2-ലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ലൂക്കാസ് സുവിശേഷത്തിനുണ്ട്. അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി ദേവാലയം വിട്ടുപിരിയാതെ 2:34 വായിക്കുക. വായിക്കുക, ശബ്ദമായിട്ട് വായിക്കുക. നോക്കണം, ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. നോക്കണം, ശ്രദ്ധിച്ചോണം. കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയുമായി. നോക്കണം, ഈ കന്യകളായിട്ടൊക്കെ പ്രതിഷ്ഠിക്കുന്നവർക്ക് വിവാഹ ജീവിതം വലിയ സന്തോഷമല്ല. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ചില സഹോദരിമാരൊക്കെ പോയി കല്യാണം കഴിച്ചു, ഒരെണ്ണം അങ്ങോട്ട് ഇതാകുന്നില്ല. അതാണ് കന്യകളായി പ്രതിഷ്ഠിക്കപ്പെട്ട് അതിനുശേഷം പോയി വിവാഹം കഴിച്ചാൽ ആരും തന്നെ അത്ര സക്സസ് ആകുന്നില്ല. കാരണം ഒന്നാമത് മനസ്സാക്ഷിയിൽ പലതും വളരെ റെയർ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ നേരത്തെ തന്നെ വിളിയില്ലാതെ വന്ന് പോകുന്നവർക്ക് കുഴപ്പമില്ല. വിളിക്കപ്പെട്ടവർ തിരിച്ചു പോയാൽ പൊതുവേ കണക്കെടുത്തു കഴിഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ ലൈഫല്ല. അപ്പോൾ ഇവിടെ അന്യായം എന്ന് പറയുന്ന സ്ത്രീ നോക്കി, ഇവരും മറിയത്തെ പോലെ കന്യകയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട കാലം ഉണ്ടായിരുന്നു. അതാണ് കന്യകാലം കഴിഞ്ഞു. നമ്മൾ വായിച്ച വാക്യം, ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാകാലത്തിൽ പിന്നെ അപ്പം 3 സ്റ്റെപ്പ് ആ സ്ത്രീ കാണുന്നുണ്ട്. ഒന്ന് കന്യകാലം, അത് കഴിഞ്ഞപ്പോൾ അവർ റിട്ടയർഡായി. ഇനി യേശു ജനിക്കത്തില്ല. രണ്ടാമത് പോയി വിവാഹം കഴിച്ചു. നമ്മുടെ മറിയ ജോസഫിനെ വിവാഹ നിശ്ചയം ചെയ്ത പോലെ വിവാഹ നിശ്ചയിച്ച് കഴിച്ചു. പക്ഷേ ആ ഭർത്താവ് 7 വർഷം കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി. വായിച്ചേ. പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും. അപ്പോൾ 7 വർഷം ഭർത്താവ് കഴിഞ്ഞ് മരിച്ചെന്നുള്ള എങ്ങനെ അറിയാം? അല്ല, ഡിവോഴ്സ് ചെയ്യാൻ പോയി. ഡിവോഴ്സിങ് നടന്നായിരിക്കും, അത് കാണുമായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ മരിച്ചെന്നുള്ള എങ്ങനെ അറിയാം? അതാണ് വിധവ എന്നുള്ളത് പേര് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മരിക്കാതെ വിധവയാകത്തില്ല. അതുകൊണ്ടാണ് അവൾ കന്യകാലം കഴിഞ്ഞു, 7 വർഷം ഭർത്താവിനോട് ജീവിച്ചു, പിന്നെ 84 വയസ്സ്. വായിച്ചേ. 84 സംവത്സരം വിധവയും. നോക്കട്ടെ, 84 സംവത്സരം വിധവയാണ്. അപ്പോൾ 84 7 91. 91 19 കുട്ടിക്ക് നമ്മൾ ഒരു ആവറേജ് പറയാം കേട്ടോ. 91 19 ആയപ്പോൾ എത്രയായി? 110 വയസ്സായ ഒരു അമ്മ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. അവളും കർത്താവിനെ കണ്ടു. വായിച്ചേ. വളരെ വയസ്സ് ചെന്നവളുമായി
ദേവാലയം വിട്ടുപിരിയാതെ. അതൊക്കെ ദേവാലയത്തിൽ ഇങ്ങനെ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പലരും ഉണ്ട്. പക്ഷേ ശിമയോനെ അതല്ല. ശിമയോൻ ട്രാൻസ്ലേഷൻ തിരിച്ച് ഇത് സംശയിച്ചപ്പോൾ എന്നാൽ അത് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാണ്. ശരി, എന്നാൽ പിന്നെ അത് കണ്ടിട്ട് പോയാൽ മതി പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുത്തിയതാണ്. അവനും ദേവാലയത്തിൽ. അങ്ങനെ യേശുവിനെ കണ്ടപ്പോൾ നാദാ ഇനി എൻ്റെ കുട്ടിയെ മതി. ഈ അടുത്ത കാലത്ത് വിലകുന്നൂർ തൃശ്ശൂരിൽ ഒരു അപ്പച്ചൻ എന്നെ എന്നും വിളിക്കും, എൻ്റെ അച്ചായ ഒന്ന് പ്രാർത്ഥിച്ചയക്കേ. കഴിഞ്ഞ വർഷം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സെഞ്ചുറി തികയട്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയായില്ല, ഇനിയിപ്പോൾ നമുക്ക് സെഞ്ചുറി തികച്ചിട്ട് പോകാം. 2 വർഷം ഞാനങ്ങനെ പറഞ്ഞു ഇപ്പോൾ സെഞ്ചുറി തികച്ചു. സെഞ്ചുറി വളവിലച്ചായ എന്നാണ് പേര്. വളവിലച്ചായൻ്റെ സെഞ്ചുറി 100 കഴിഞ്ഞപ്പം പിള്ളേരൊക്കെ അവിടെ നിന്നെല്ലാം വന്ന് വലിയൊരു ആഘോഷമായിട്ട് പ്രാർത്ഥനയൊക്കെ വെച്ച് നല്ല സാപ്പാട് കൊടുത്തു വിട്ടു. അവരവരുടെ സ്ഥലത്തിന് പോയി. പിന്നെ ഞാൻ ഈ ഒറ്റപ്പെടൽ പറഞ്ഞപ്പോഴാണ് ഒറ്റപ്പെട്ട് കിടക്കുക. വയ്യ, ഒരു വേലക്കാർ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കി തരും, അവൾ പോകും. പിന്നെ ആകെ സന്തോഷം നിങ്ങളെയൊക്കെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ന് വേണേലും വിളിച്ചു, ഏത് പാതിരാത്രി വേണേലും വിളിച്ചു. നമ്മളിങ്ങനെ ATM സർവീസ് പോലെ ഇരിക്കുക. അതാണ് ആർക്ക് വേണ്ടിയെങ്കിലും പ്രയോജനപ്പെടട്ടെ. ഏതായാലും ഒരു ലൈഫ് കർത്താവ് തന്നു, തിരിച്ചു തന്നാൽ അത് ആർക്കെങ്കിലും നന്മയുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഏത് പാതിരാത്രി വേണം വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3-4 പേരെ വിളിക്കും. റോയ് പാസ്റ്ററെ വിളിക്കും, അവരെ വിളിക്കും. ഇതാണ് പുള്ളിയുടെ സന്തോഷം. അപ്പോൾ ഇനിയെങ്കിലും എന്നെ പറഞ്ഞയക്കരുതെന്ന് ചോദിക്കുന്നത്. അതാണ് ഇനിയെങ്കിലും പറഞ്ഞയക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു സച്ചിൻ തെണ്ടുൽക്കർ ഡബിൾ സെഞ്ചുറി അടിച്ച് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞു. അതാണ് സച്ചിൻ സെഞ്ചുറി. ഇനിയിപ്പോൾ അച്ചാർ ഒരു സെഞ്ചുറി കൂടെ കിടന്നോട്ടെ, ഏതായാലും ധൃതി വെക്കേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചു വിടും, അല്ല എന്ത് ചെയ്യും. പക്ഷേ മനുഷ്യൻ മടുത്തു പോകും. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മടുത്തു പോകും. ചിന്തിച്ചു, ഈ മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസം ഇല്ലായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നു. ഓരോരുത്തർ വീട്ടിൽ ഇന്ന് ഒരെണ്ണത്തിനെ തന്നെ വഹിക്കാൻ മേലെയോ. ഒരു കളവിനെയും എങ്ങനെയെങ്കിലും വഴി കളയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ മരിക്കാതിരുന്നെങ്കിൽ 3-4 തലമുറ കാർന്നന്മാരൊക്കെ ഇരുന്നെങ്കിൽ എന്തുമായിരുന്നേനെ. അപ്പോൾ മരണം ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. മരണം ഒരു അനുഗ്രഹം തന്നെയാണ്. എത്രയും പെട്ടെന്ന് തികച്ചു പോകണം. നമ്മളെ സംബന്ധിച്ച് തികച്ചു പോകുന്ന നല്ലതാണ്, തികയാതെ പോയ കഷ്ടമാണ്. അപ്പോൾ ഈ അന്ന എന്ന് പറയുന്ന പ്രവാചികൾ അപ്പം മറിയയും കന്യാകാലം കഴിഞ്ഞ് വിവാഹ നിശ്ചയം ചെയ്യുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം ഇനി ഒരു കാലത്തും ഈ മറിയത്തിൽ യേശു ജനിക്കാൻ വകുപ്പില്ല ഇസ്രായേൽ കണക്കും പ്രകാരം. കാരണം കന്യാകാലം കഴിഞ്ഞു. പക്ഷേ കന്യാകാലം കഴിഞ്ഞെങ്കിലും വിവാഹിത അല്ലാത്തതുകൊണ്ട് അവൾ കന്യകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു കൃപ ലഭിച്ചവളെ നിനക്ക്, കാരണം വ്യവസ്ഥ പ്രകാരം നിന്നിൽ ജനിക്കാൻ വകുപ്പില്ലെങ്കിലും കൃപ ലഭിച്ചവൾ എന്ന് പറഞ്ഞാൽ കന്യകാലം കഴിഞ്ഞെങ്കിലും അപ്പോഴും കന്യകളായിട്ട് ഒരുപാട് അവിടെ കാത്തിരിപ്പുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നിനക്ക് കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ ആ കൃപ ലഭിച്ചവളെന്ന് പറയുമ്പോൾ മറുഭാഗം കൂടി ശ്രദ്ധിച്ചോണം, അത് വിശ്വസിച്ചുകൊണ്ടാണ് അവൾ ഭാഗ്യവതി. അല്ലാതെ ഈ പറഞ്ഞ പോലെ യേശു ജനിക്കാനുള്ള കാരണം അവൾ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് പ്രധാനം. വായിച്ച വാക്യം ലൂക്കോസ് 1-ന്റെ ലൂക്കോസിന്റെ സുവിശേഷം 1:28 ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഭ്രമിച്ചെന്നുള്ള വിശ്വസിച്ചെന്നുള്ള അതിൻ്റെ ട്രാൻസ്ലേഷൻ കേട്ടോ. അവൾ വിശ്വസിച്ചു. പ്രഭവം കാണുമായി കാരണം ദൂതം വന്നതല്ലേ. പക്ഷെ അവൾ വിശ്വസിച്ചു. അത് പിന്നീടുള്ള പ്രവചനത്തിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അവളുടെ ഭാഗ്യവതി. അപ്പോൾ എല്ലാം ടോട്ടലി ക്രിസ്തുവാണെന്നുള്ളത് ഇന്ന് പോപ്പ് പറഞ്ഞ സത്യമാണ്. യേശു ക്രിസ്തുവാണ്. മറ്റത് കൃപ ലഭിച്ചുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യമല്ലേ, യേശു ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചത് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് എഴുതും. ലോകം മുഴുവൻ ഭാഗ്യവതിയായിട്ട്, അത് കറക്റ്റാണ്. തലമുറയായിട്ട് ഇന്നും അവൾ ഭാഗ്യവതിയാണ്. പക്ഷേ ആവശ്യമില്ലാത്ത വേറെ ഇത് കാര്യങ്ങൾ കൊടുത്താണ് ഞങ്ങൾ തെറ്റിച്ചത്. അല്ലാതെ മറിയയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയാണ്, വിശുദ്ധയായി മരിച്ചതാണ്. അവർ മരിച്ചു. അവർ അമലോത്ഭയാണെന്ന് പറയുന്നതിൽ അമലോത്ഭയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതിനൊരു വ്യാഖ്യാനം പറയുന്നതാണ് അസംപ്ഷൻ ആൻഡ് അസെൻഷൻ. കത്തോലിക്കർ പറയുന്നൊരു വ്യാഖ്യാനം അസംപ്ഷനും അസെൻഷനുമാണ്. അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം. അസെൻഷൻ എന്ന് പറയുന്നത് സ്വർഗാരോഹണം. യേശു അസെൻഷൻ, മറിയ അസംപ്ഷൻ. ചങ്ങനാശ്ശേരിയിൽ അസംപ്ഷൻ കോളേജില്ലേ, മറിയയുടെ പേരിലുള്ള കോളേജാണ്. അപ്പോൾ അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗാരോപണം. ആരോപണം എന്ന് പറഞ്ഞാൽ രോപണം, മറ്റേത് രോഹണം, രണ്ടും രണ്ടാണ്. അസെൻഷൻ അസംപ്ഷൻ. അപ്പം അവർ ഒരു ഭാഗത്തിൽ അവർ പറയുകയാണ് യേശു തനിയെ സ്വർഗാരോഹണം പോയി, മറിയെ എന്ത് ചെയ്തു, കർത്താവ് നേരത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചെന്നാണ്. അതാണ് സ്വർഗാരോപണം. ഇത് ആരാ ഇപ്പോഴല്ലേ ഇതൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്. ഇത് വ്യാഖ്യാനിക്കുക അറിവില്ലാത്തതുകൊണ്ട്
മാതാവ് സ്വർഗാരോഹണം ചെയ്തു, ഇങ്ങനെ പറയും, മാതാവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണമല്ല, സ്വർഗാരോപണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ വചനം പറയുന്നത് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ. അതായത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിക്കുമ്പോൾ പ്രത്യേകം പറയുന്നു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ അവൻ്റെ വരവിങ്കിൽ, പിന്നെ അവസാനം. വായിച്ച് 15-26-27 ആദ്യഫലം ക്രിസ്തു, പിന്നെ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ഉയർപ്പിൻ്റെ വരിശി പറയുമ്പോൾ, ഉയർപ്പിൻ്റെ നില പറയുമ്പോൾ 23-ാം വാക്യം വായിക്കാം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ക്രിസ്തുവിനുള്ളവരല്ലേ മറിയയും. അപ്പോൾ മറിയ പോലും ക്രിസ്തുവിൻ്റെ വരവിലാണ് ഉയർക്കുന്നത്. അല്ലാത്തവരാരും, ബാക്കിയുള്ളവരാം ഇത് പറുദീസയിൽ അവരുടെ ആത്മാവ് റെസ്റ്റിംഗ് പ്ലേസിലിരിക്കുകയാണ്. അതെങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. അത് പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കണ്ട് പറയുന്നില്ല, 13 കണ്ട് പറയുന്നുണ്ട്, 13 തോന്നുന്നു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം. ഇപ്പോൾ പറുദീസയിൽ 3 സ്റ്റെപ്പുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ നിത്യതയുടെ പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരുശലേം. അപ്പോൾ ഈ പുതിയ യെരുശലേമാണ് 3-ാം സ്വർഗം. ഇവിടുന്നാണ് പോയത്, പൗലോസ് ഭൂമിയിൽ നിന്നാണ് പോയത്. അതുകൊണ്ടാണ് ഇവിടുന്ന് കണ്ടപ്പോൾ 1, 2, 3. സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ പുതിയ യെരുശലേം 1-ാം സ്വർഗം, പുതിയ ആകാശം 2-ാം സ്വർഗം, പുതിയ ഭൂമി 3-ാം സ്വർഗം. അപ്പോൾ പൗലോസ് 3-ാം സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ 1-ാം സ്വർഗം അല്ലെങ്കിൽ പുതിയ യെരുശലേമിലേക്കുള്ള റെസ്റ്റിംഗ് പ്ലേസിലിരിക്കുന്നവരാണ്, പറുദീസ. അവിടേക്കാണ് ആത്മാക്കൾ എടുക്കപ്പെട്ടത്. അപ്പോൾ ഈ ആത്മാക്കൾ എങ്ങനെ വിശ്രമിക്കുന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ അവർക്ക് ശരീരം എടുത്ത് വരാം, എങ്ങനെ ദൈവം അനുവദിച്ചാൽ. ചില സ്വപ്നം കാണുന്നു, ദർശനം കാണുന്നു. ഞാൻ പാസ്റ്റർ ഏണസ്റ്റിനെ എൻ്റെ മുറി കണ്ടില്ലേ, അത് ദൈവം അനുവദിച്ച് ചിലപ്പോൾ അവരെ വിടാം. അതിന് സാത്താൻ പണ്ട് ശമൂലിനെ അയച്ചില്ലേ, ശമൂൽ പ്രവാചകന് സാത്താൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നല്ലോ. അന്ന് യേശുക്രിസ്തു മരണത്തെ പരിഹരിക്കാഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ അധികാരിയായ പിശാചിന് അന്ന് വിശുദ്ധന്മാരെ ഭൂമിയിലേക്ക് അവൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വേഷത്തിൽ അയക്കാൻ സാധിച്ചിരുന്നു. അത് ശമൂൽ തന്നെയായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് അത് ആക്ഷേപമാണ്, ശമൂലൊന്നുമല്ല, അത് പിശാചാണ്. പിശാചല്ല, ശമൂൽ തന്നെയാണ്. എന്നാൽ ഇനിമേൽ പിശാചിന് അധികാരമില്ല, കാരണം മരണത്തിൻ്റെ താക്കോല് ക്രിസ്തുവിനായിത്തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് വിചാരിച്ചാൽ ചില ദർശനത്തിൽ വിടാം. ഞാൻ എങ്ങനെയാണ് പാസ്റ്റർ ഏണസ്റ്റിനെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി, നിത്യതയുടെ ശരീരത്തോടുകൂടി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പട്ടങ്ങളിൽ വെച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ചിലരെ ദൈവം അനുവദിക്കും. എനിവേ, അപ്പോൾ മറിയയും നമുക്കറിയാം സ്വർഗാരോപണമായിട്ടില്ല. അതാണ് ഈ വാക്യം. ഒന്നുകൂടെ വായിച്ച്, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പോൾ ക്രിസ്തു മാത്രമേ ഉയർത്തുന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 3:13 വായിച്ച്, ഒന്നുകൂടെ വായിച്ച്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ, സ്വർഗത്തിലിരിക്കുന്നവനായ യേശു ക്രിസ്തു അല്ലാതെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. വായിച്ചേ, യോഹന്നാൻ 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. പിന്നെന്തിനാ ഇതെല്ലാം ഇടയ്ക്ക് കയറ്റി വെക്കുന്നത്? ഈയിടെ ഒരു അച്ഛൻ്റെ വ്യാഖ്യാനം, പുതിയൊരു ഇത് ഞാൻ മറന്നുപോയി, ഒരു പുതിയ പ്രസ്ഥാനമായിട്ടൊരു അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട്. ഏതാ അത് മനസ്സിലാക്കി കൊടുക്കണം, ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പുതുതായിട്ട് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് പുള്ളി ഈ അടുത്ത സമയത്തൊരു ഇതിട്ടിരിക്കുകയാണ്. എന്താ സഭയെന്ന് പറഞ്ഞാൽ ഉപദേശം, അപ്പോസ്തലിക ഉപദേശം മാത്രമല്ല, പാരമ്പര്യമുണ്ട്. പാരമ്പര്യ ഉപദേശം എന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങളിൽ പോപ്പുമാർക്ക് ഈ പലതും പറഞ്ഞ് സ്ഥാപിച്ചു. പക്ഷേ അത് അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന് അനുസൃതമായിരിക്കണം. ദൈവവചനത്തിന് അനുസൃതമല്ലാതെ ഏത് പോപ്പ് പറഞ്ഞാലും അത് തെറ്റാണ്, അത് ദൈവത്തിൻ്റെ ഇതിന് എതിരാണ്. അപ്പോൾ ഉപദേശം ഇതിനോട് ചേർന്നിരിക്കണം. പണ്ട് അനിൽ കാവാലം TPM പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, TPM പാട്ട് എഴുതുമ്പോൾ സൂക്ഷിച്ചു വേണം എഴുതാൻ. ഏതെങ്കിലും വിധത്തിൽ പാടിയാൽ അവർ സമ്മതിക്കും. എന്ത് ചെയ്യണം? ആ പാട്ടെഴുതി മെയിൻ പാസ്റ്റേഴ്സിനെ കാണിക്കണം. ഞാനിവിടെ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാട്ട് എഴുതുന്ന സമയത്തിൽ മറ്റ് വിശ്വാസികളും വിലക്കാരൊക്കെ പാട്ട് എഴുതിക്കൊണ്ടിരുമ്പോൾ ഞങ്ങളവിടെ മദ്രാസിൽ മ്യൂസിക് റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് റെഫർ ചെയ്യും. ഇതിന് ഉപദേശപ്രകാരമാണോ പാട്ട്, എങ്ങനെയെങ്കിലും പാടി ട്യൂൺ കിട്ടി ഉണർവ് കിട്ടി മാത്രമല്ല, അത് ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ ആണെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കത്തുള്ളൂ, അല്ലാത്ത റിജക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ പോപ്പായിരുന്നാലും പിന്നെ ബിഷപ്പായിരുന്നാലും പാത്രിയാർക്കീസ് ആയിരുന്നാലും ശരി. ഇപ്പോൾ നമുക്കറിയാം ആദിമസഭയിൽ പല സ്ഥലങ്ങളിൽ പാത്രിയാർക്കീസുമാരുണ്ടായിരുന്നു. ഒന്ന് അന്ത്യോക്യയിൽ ഒരു പാത്രിയാർക്കീസ് ഉണ്ടായിരുന്നു, യെരുശലേമിലൊരു പാത്രിയാർക്കീസ്, ഈജിപ്റ്റ് അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസ്, അടുത്തത് അറേബ്യയിലെ
ഈ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസിൻ്റെ കീഴിലാണ് അറേബ്യ രാജ്യം. അതുകൊണ്ടാണ് ഇവിടെ കൂനിക്കുരിശ് സത്യത്തിന് അല്ലെങ്കിൽ കൂനക്കുരിശ് സത്യം നടന്ന സഭ രണ്ടായപ്പോൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ അറേബ്യ അല്ലെങ്കിൽ അലക്സാണ്ട്രിയ പാത്രിയാർക്കീസിൻ്റെ കീഴിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ അറബി ഭാഷയുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വെല്ലുന്ന ചൊല്ല് പോലെ യാക്കോബായിലും ഒക്കെ ചില ചൊല്ലിനോടൊരു ഐക്യമുണ്ട്. അവളുടെ തൊപ്പിയും മുഷാത്താടിയും ഇതെല്ലാം ഈ അലക്സാണ്ട്രിയ പാത്രിയാർക്കീസിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് വരുന്നതാണ്. അത് പൗരസ്ത്യ സഭ. എന്നാൽ റോമിലെ പാത്രിയാർക്കീസ് കുറച്ചുകൂടി വെസ്റ്റേൺ കൾച്ചറാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രസ്ഥാനങ്ങൾ അത് കാത്തലിക്സിൽ പിന്നെ കാണുന്നില്ല, ഒരു മോഡേൺ ലൈനിലേക്ക് പോകുന്നതാണ്. പിന്നെയുള്ള ഗ്രീക്ക് മാസ്ലോണിയൻ ഗ്രീക്കിൽ ഒരു ഓർത്തഡോക്സ് ഇത് അഗായ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അഗായല്ല ഗ്രീക്ക് സൈഡിൽ മാസ്ലോണിയൻ അങ്ങനെ 5-6 പാത്രിയാർക്കീസുമാരാണ് ആദ്യകാലത്തിലുണ്ടായിരുന്നത്. എന്നാൽ ചില ചക്രവർത്തിമാരുടെ കാലത്തിൽ റോമിലെ പാത്രിയാർക്കീസിന് പ്രാധാന്യം കൊടുത്തിട്ട് അവിടെ നിന്നുള്ളൊരു അനുസരണത്തിൽ കീഴിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പറഞ്ഞ മാതാവിൻ്റെ മുടക്കമൊക്കെ വന്നത്. അതിനെ ചില എതിർത്തു. ദൈവമാതാവ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, എതിർത്ത് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് കൂട്ടരും അതിനെ അംഗീകരിച്ചു. പക്ഷേ ബെസന്റിയൻ പാത്രിയാർക്കീസ് അതിനെ എതിർക്കുകയും ചെയ്തു. അവിടെയാണ് സഭയുടെ പുലർച്ച. എന്നാൽ പിന്നെയും നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ അവിടെ കിടന്നിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ, കത്തോലിക്ക അച്ഛനായിരുന്ന, ഫിലോസഫറായിരുന്ന, തിയോളജിക്കൽ മാസ്റ്ററായിരുന്ന അദ്ദേഹം ബൈബിൾ പഠിച്ചു. ഒരു സന്യാസി അച്ഛൻ മാർട്ടിൻ ലൂതറിന് ഒരു ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, ബൈബിളിൻ്റെ എഴുതി ആ പഴയത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വായിരേ, യേശു ക്രിസ്തുവാണ്, സഭയുടെ പല അനാചാരങ്ങളും തെറ്റാന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിൽ തന്നെയാണ് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ, ഒരു സന്യാസി അച്ഛൻ, ഫിലോസഫർ എഴുന്നേറ്റ് ബൈബിൾ ശരിക്ക് പഠിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വെറ്റൻബർഗ് ദേവാലയം ജർമ്മനിയിലെ 99 കാര്യങ്ങൾ വചനത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എഴുതി വെച്ചു. അപ്പോൾ അതിനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം, അതായത് ഈ കത്തോലിക്ക സഭയുടെ ഈ പറഞ്ഞ പാരമ്പര്യ ചില അനാചാരങ്ങളെ എതിർത്തുകൊണ്ട് മാർട്ടിൻ ലൂതർ എഴുതി കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻ്റുകാരായി. ആ പ്രൊട്ടസ്റ്റൻ്റുകാരെ അത് ഇവർ പറഞ്ഞു, കത്തോലിക്കർ പറഞ്ഞാണ് ഇവർ പ്രൊട്ടസ്റ്റൻ്റ് എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇതിനോട് എതിർത്തവർ, ഏതിനെ ഈ അനാചാരങ്ങളെ എതിർത്തവർ. അതിനുശേഷമാണ് ലൂതറൻ സഭകളെ, പ്രസ്ബിറ്റീരിയൻ സഭകളെ, മെത്തഡിസ്റ്റ് സഭകളെ, പല ആംഗ്ലിക്കൻ സഭകളിലെ പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് ഉണർവ് പെന്തിക്കോസ് കാലത്തുണ്ടായത്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വിഭാഗത്തിൽ പെടുന്നവരല്ല പെന്തിക്കോസുകാർ, അത് തനി ഗ്രൂപ്പ്, റിവൈവൽ ഗ്രൂപ്പാണ്. ഇതിനെല്ലാം കത്തോലിക്കർ ഒന്നിച്ചാണ് പറയുന്നത്, ഇതെല്ലാം പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. അല്ല, പെന്തിക്കോസ് എന്ന് പറയുന്നത് പെന്തിക്കോസിൻ്റെ അനുഭവങ്ങൾ പ്രാപിച്ചു വന്നതുകൊണ്ട് ഈ പെന്തിക്കോസ് പേരിട്ടതാരാ, ഈ കത്തോലിക്കരും യാക്കോബക്കാരുമാണ് വാസ്തവത്തിൽ ഇവരെ പെന്തിക്കോസുകാരെന്ന് വിളിച്ചത്. എന്താ കാരണം? പാരമ്പര്യമായ സഭയല്ലിത്, ഇത് പന്തക്കോസ്ത നാളിലെ തുള്ളലും ചാട്ടിലും ഉണ്ടായ പാർട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പന്തക്കോസുകാരെന്ന് വിളിച്ചത് ആരാ? കത്തോലിക്കനും യാക്കോബക്കാരുമാണ്. അവൻ പന്തക്കോസുകാരനാണ്. പന്തക്കോസിലാണ് ഈ തുള്ളലും ചാട്ടിലും അന്യഭാഷ എന്നൊക്കെ പറഞ്ഞവരങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞ പേരാണ് കൂടെ. ആദിമസഭയിൽ ക്രിസ്ത്യാനികളുടെ പേര് ഇവിടെ ഉണ്ടായി. അന്ത്യോക്യയിൽ അത് വേറൊന്നുമില്ല, ഇങ്ങനെ ആത്മീയ കൂട്ടർ അവരെ മറ്റ് ജനങ്ങൾ പറഞ്ഞു, ഇടയിൽ യേശുവിനെ പോലെ ഇരിക്കുന്നല്ലോ, ക്രിസ്തുവിൻ്റെ അനുയായികളാകട്ടെ, ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളായതാണ്. അല്ല, ക്രിസ്ത്യാനികളെന്ന് പേര് വിട്ടിട്ടില്ല, പെന്തക്കോസ്തുകാരെന്ന് പേര് വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിന്ദകൾ ഒരു ഭാഗത്ത് അങ്ങനെയെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെയും. യേശു ക്രിസ്തു നിന്ദ അനുഭവിച്ചു, റിജക്ഷൻ, തള്ളപ്പെടും, ഒറ്റപ്പെടും, ഇനിയും തള്ളപ്പെടും. തള്ളപ്പെട്ടില്ലേ? പക്ഷേ എന്താ അതിന് കാരണം? ഇവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്തിൽ ഓർത്തോണം, ദൈവത്തിൽ ആശ്രയിച്ചോണം, ഒരു നന്മയുണ്ടാകും. അങ്ങനെ അവളെന്ത് ചെയ്തു? വീട്ടിൽ റിജക്റ്റ് ചെയ്തു, നിന്ദിക്കപ്പെട്ടു, ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ വായിച്ച് ദൈവം ഗർഭത്തെ അടച്ചെന്നാണ്. അതെങ്ങനെ ഇരിക്കും? നാച്ചുറലി പിശാചാണെങ്കിൽ പിന്നെ തിരക്കില്ല. ഇത് ദൈവം അന്യായുടെ ഗർഭത്തെ അടച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്യായുടെ ഭർത്താവ് പോയി മന്ത്രവാദികൾ കണ്ടുകൊണ്ടോ ആവിചാരക്കാരെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പെന്തിക്കോസിലെ പ്രവാചകന്മാരെ കണ്ടുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? പെന്തിക്കോസിലെ കള്ളപ്രവാചകന്മാർ പറയും, ഒരുപാട് കള്ളപ്രവാചകന്മാർ പെന്തിക്കോസിലുണ്ട് കേട്ടോ. പെന്തിക്കോസിൽ വന്ന് ഈ പണത്തിന് വേണ്ടി സിമിയോന് പൗലോസിനോട് പറഞ്ഞില്ലേ, കാശ് തരാം, ജനിക്ക് കൊടുത്താ ഞാനിത് വ്യാപാരമാക്കിക്കോളാം. സകല ദൂർത്തും കാപ്പട്ടി എന്ന് പറഞ്ഞ് പത്രോസ് വരെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഗ്രൂപ്പിലും ചുഴഞ്ഞു കയറി കച്ചവടം നടത്താൻ വരുന്ന പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മാർഗം തെറ്റായിട്ട് വരുന്നില്ല. അവരൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ശിക്ഷാവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
2 പെന്തിക്കോസിലെ പ്രവാചകന്മാർ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരുമോ? കാരണം ഗർഭം അടച്ചത് അന്നയുടെ ഗർഭം അടച്ചത് ദൈവമാണ്. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ, ഈ മരങ്ങൾ വളർന്നു വരുമ്പോഴേ, മരങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ മരത്തിൽ നിന്നൊരു ബ്രാഞ്ച് ഇങ്ങോട്ട് തിരിയും. ശകരം തിരിയുന്നതിന് മുമ്പേ ആ തിരിയുന്ന സ്ഥലത്തുണ്ടല്ലോ പെട്ടെന്നൊരു കട്ടിയുണ്ടാകും. മരത്തിന് വലിയ ഇറിറ്റേഷനാണ്. ഈ ക്യാരിയർ സമയത്തിൽ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പോലെ ഒരു കുഞ്ഞിനെ ഉരുവാക്കുന്നതിന് മുൻപുണ്ടാകുന്ന ആ ഇറിറ്റേഷൻസ്, ആ ഫോബിയാസ് എല്ലാം ഇങ്ങനെ ഉണ്ടാകുന്ന പോലെ ഈ മരത്തിനും ഒരു ബ്രാഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പ് അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. ആ ഇറിറ്റേഷനിൽ ആ പറഞ്ഞ സ്ഥലത്ത് കുറേ കട്ടിയുണ്ട്, ആ തൊലിക്കട്ടി ഉണ്ടാകും. എന്തിനാ? തൊലിക്കട്ടി മാത്രമല്ല, ആ മരത്തിനും കട്ടിയുണ്ടാകും. ഇത് ആ മരത്തിന് വലിയ അസ്വസ്ഥതയാണ്. സസ്യശാസ്ത്രജ്ഞന്മാരത് എഴുതിയിട്ടുണ്ട്. ആ അസ്വസ്ഥത കൊണ്ട് ഇതിനെന്ത് ചെയ്യും? അവിടെ നല്ല ബോൾഡാക്കി മാറ്റിയിട്ട് അവിടുന്ന് ശിഖരം വരുമ്പോൾ ഈ ശിഖരത്തെ പിടിച്ചു നിർത്തണം. അതിനാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയിൽ ഒരു വലിയ പ്രവാചകരെ ഉരുവാക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു? ഒരുപാട് സഫർ ചെയ്തു, നിന്ദിക്കപ്പെട്ടു. പക്ഷെ അന്ന പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ഗർഭം തുറന്നു അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകൻ. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ വെച്ചാലും ചിലപ്പോൾ നമ്മൾ നിന്ദിക്കപ്പെട്ടാലും ഓർത്തോളം അതിൻ്റെ സമയം വരുമ്പോൾ ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ എല്ലാം ഭംഗിയായി തീരും. അതിന് കാത്തിരിക്കുക. അതിനുശേഷം വേറെ കുഞ്ഞുങ്ങളുണ്ടായി. യേശുവിന് ശേഷം മറിയ കുഞ്ഞുങ്ങളുണ്ടായതുപോലെ അന്നായിക്കും കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അന്ന തള്ളപ്പെട്ടു. ഇനി നമുക്കറിയാമല്ലോ ഹാഗാർ. ഇതെല്ലാം ഒരുപാട് വിവരിച്ച് പറയേണ്ടതെങ്കിലും സമയമില്ലല്ലോ. ഹാഗാറിനെ നോക്കിയേ. ഹാഗാർ വാസ്തവത്തിൽ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ശരിയായ ഒരു ഭാര്യ തന്നെയല്ലേ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളാണ് അവകാശി. സാറ നിന്ദിക്കപ്പെട്ടു. മച്ചിയായ സാറ ആ കാലത്തിൽ റിജക്റ്റഡാണ്. പക്ഷേ അവളുടെ പ്രതാപവും പാരമ്പര്യവും ദൈവത്തിൻ്റെ പദ്ധതി അതല്ലാഞ്ഞുകൊണ്ട് ആഗാറിനെ അവൾ ശകാരിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി നിങ്ങൾ ഇറക്കി വിട്ടോ, ഞാൻ നോക്കിക്കോളാം. അല്ലാതെ ദൈവം അവളെ ഇറക്കി വിട്ടതല്ല. നിങ്ങൾ ഇറക്കി വിട്ടു, ഇനി അവിടെ നിന്നാലും ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇറക്കി വിട്ടു, ബാക്കി കാര്യം എനിക്കറിയാമല്ലോ. ഞാനല്ലേ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ഞാനല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്, ഞാനല്ലേ ആഗാറിൻ്റെ കുഞ്ഞിനെ കൊടുത്തത്. അബ്രഹാമിന് ഇത്തിരി വിഷമമായിരുന്നെങ്കിലും അബ്രഹാം പറഞ്ഞു പൊക്കോളാം, അല്ല ഇറക്കി വിട്ടു. ഒരു തുരുത്തി വെള്ളം. നോക്കണം, ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളുടെ സ്വന്തക്കാരും ചാർച്ചക്കാരും നിങ്ങളുടെ അപ്പനും അമ്മയും ചിലപ്പോൾ നിങ്ങൾക്ക് തരാവുന്ന ഇത്രയേ ഉള്ളൂ, ഒരു തുരുത്തി വെള്ളം. ഇത്രയും കാലം അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസ്യപ്പണി ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ തനിക്കും കുഞ്ഞിനും എന്താ കൊടുത്തേ? ഒരു തുരുത്തി വെള്ളം. ഇതാണ് മനുഷ്യാശ്രയം. ചിലപ്പോൾ ഞങ്ങളെപ്പോലെ പാസ്റ്റർമാരെ ആശ്രയിച്ച് വരുമ്പോഴും ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചു തരും. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇവിടെ ഒരു പാസ്റ്റർ വന്നല്ലോ, ആന്ധ്രായിൽ നിന്ന് വന്നാൽ പുള്ളി ഒരുപാട് കുപ്പിയായിട്ടാണ് വന്നത്. വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുക, സൗഖ്യം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്നാലും ഞാൻ ചിലപ്പോൾ വെള്ളം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും. കാരണം അവരുടെ വിശ്വാസം, അത് വിശ്വാസത്തിന് ബേസ് ചെയ്താണ്. ഏറ്റിക്കോവർ എന്ന് പറഞ്ഞ നിരീശ്വരവാദി യുക്തിവാദി ഗംഗാഭാഗത്തെല്ലാം കണ്ടിട്ട് വരാൻ പോയപ്പോൾ അയലോക്കാരനൊരു ഹിന്ദു ഭക്തൻ പറഞ്ഞു, ഹിന്ദു ഭക്തൻ്റെ വീട്ടുകാർ പറഞ്ഞു, വരുമ്പോൾ എനിക്ക് പുണ്യനദിയിൽ നിന്ന് ഗംഗാനദിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു, പരിശുദ്ധമായ വെള്ളം. ഈ ലൂർദ് നാട്ടിലെ ലൂർദ് മാതാവിൻ്റെ അവിടെ ഒരു മല ഉണ്ടാക്കി വെച്ചു. ഈ മലയിലെ ഇവിടെയൊക്കെ പള്ളികളിൽ ഈ മല പോലെ ഉണ്ടാക്കിയിട്ടൊരു മാതാവിനെ ഒക്കത്തില്ലേ, അത് ഈ ലൂർദ് മാതാവ്. കാരണം ലൂർദ് ഭാഗത്ത് ഉറവ് പൊട്ടി വന്നതാണ് അവരുടെ ഹിസ്റ്ററി. അതിനാണ് ഈ മലയ്ക്കകത്ത് മാതാവിനെ വെച്ചിരിക്കുന്നത്. അത് ലൂർദ് മാതാവാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ അതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഏറ്റിക്കോവരോട് പറഞ്ഞു ഒരു കുപ്പി വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ചെന്നപ്പോൾ ഈ ഗംഗാനദി എന്ന് പറഞ്ഞാൽ ശവങ്ങളിങ്ങനെ എറിഞ്ഞിരിക്കുക. ശവങ്ങളും കുളിക്കാതെയും എല്ലാം വന്ന് കുളിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ പമ്പയാറ് കണ്ടില്ലേ, ഗവൺമെൻറ് അതിനെ ശുദ്ധീകരിക്കാത്ത ഒരു പാടാപ്പെടുന്നത്. ഇപ്പോൾ അതിൽ നിയന്ത്രിച്ചില്ലേ, പമ്പയാറ്റിൽ ഇറങ്ങി കുളിക്കരുതെന്നൊക്കെ, അല്ലെങ്കിൽ വസ്ത്രം അല്ല കുളിക്കരുതല്ല, അവിടെ ധോത്തിയൊക്കെ എറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ധോത്തിയൊക്കെ എറിഞ്ഞൊക്കെ അതിനകത്ത് ഉടുത്തുകൊണ്ട് വരുന്നതല്ല. ഇതെല്ലാം അനുഭവിക്കുന്ന ആരാ? കുട്ടനാട്ടുകാരും ഞങ്ങളുമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഗവൺമെൻറ് നിർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ ഗംഗാ നദിയിലെ ശവങ്ങൾ ഇങ്ങനെ കാണുന്നു, വലിയ മുതലകൾ, ഇതെല്ലാം തിന്ന് വലിയ ആന മുതലകൾ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആമകളെ, ഇങ്ങനെ അഴുക്ക് പിടിച്ചായ ആ വെള്ളമാണ് പുണ്യനദിയിലെ വെള്ളം. വിശ്വാസമാണ്. ഏറ്റിക്കോവർ തോന്നി, ദൈവമേ ഈ വെള്ളം കൊണ്ടുവന്ന് ഇവരെ കൊടുക്കുന്നത് ശരിയല്ല. പുള്ളിയാണ് വെള്ളം എടുത്തില്ല. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ പുള്ളിക്ക് മനസ്സാക്ഷി കുത്തി, അയ്യോ ഞാൻ പറയും, അവരുടെ വിശ്വാസം വെച്ച് പുണ്യനദിയല്ലേ. അതുകൊണ്ട് പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു, എടുത്തിട്ട്
നല്ല കണ്ണീരുള്ള വെള്ളം കൊടുത്ത് ഇതൊന്നും പെട്ടില്ല. അവരത് ഗംഗാജലം പറഞ്ഞ് എടുക്കുന്നുണ്ട്. ആ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും കർത്താവ് നിൻ്റെ വിശ്വാസത്തിൻ്റെ അങ്ങനെ അന്ധമായി വിശ്വസിച്ചാലും ആ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുള്ളതൊരു ദൈവീക പദ്ധതിയാണ്. പക്ഷെ അത് ഗംഗാനദിയിലെ പുണ്യനദിയല്ല, മലയിലിരിക്കുന്ന ഭഗവാന്റെയോ പുണ്യാളച്ചൻ്റെയോ പേരിലുമല്ല. അത് മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന വിശ്വാസത്തിൽ. പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ചിട്ടിത് ഈ പുണ്യവാളനാണ്, മാതാവിൻ്റെ ഫോട്ടോയാണ്, മറ്റു അമർച്ചവരിങ്ങനെ പോകുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച് മനുഷ്യൻ മുതലെടുക്കുകയാണ്. ഈ നേർച്ചപ്പെട്ടിയൊക്കെ പൊക്കാമെങ്കിൽ തന്നെ പലതും മാറും. പുണ്യാളന്മാരുടെയും ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ മുന്നിലിരിക്കുന്ന നേർച്ചപ്പെട്ടി ഒന്ന് മാറ്റി നോക്കി, ഇതെല്ലാം തന്നെ നിന്നോളും. സർക്കാർ പോലും കാശുണ്ടാക്കാൻ വേണ്ടി അന്ധവിശ്വാസം നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ മതേതരം പറയുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു, നേർച്ചപ്പെട്ടിക്ക് മാത്രം പ്രശ്നമില്ല, സർക്കാരിന് കാശ് കിട്ടണം. ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാകുന്നില്ല. ഈ മണ്ടന്മാർ പിന്നെയും സത്യദൈവത്തെ ആരാധിക്കേണ്ട കാര്യം യേശു പറഞ്ഞില്ല. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, പിന്നെ ആരാ? ആത്മാവിലും. ഇത് പറഞ്ഞാൽ തലയ്ക്കകത്ത് കയറണ്ടേ? കാരണം അന്ധകാര ശക്തികളുകൊണ്ട് പല കാലങ്ങളുകൊണ്ട് ഇങ്ങനെ പാരമ്പര്യ വിശ്വാസങ്ങൾ. അപ്പോൾ പാരമ്പര്യ വിശ്വാസങ്ങളല്ല യഥാർത്ഥ വിശ്വാസം. അതാണ് യേശു പറഞ്ഞ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, സത്യ വെളിച്ചം. നമുക്ക് ആ ഭാഗ്യം കിട്ടി, അത് കളയാതെ സൂക്ഷിച്ചോണം കേട്ടോ. അവിടെ നിന്ദിക്കപ്പെടുക, ത്യജിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യനെ ഒറ്റപ്പെടുത്തി കളയും, ത്യജിക്കപ്പെടുകയാണ്. അവിടെയെല്ലാം അതിജീവിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ തൽക്കാലം. ഞാൻ മദ്രാസിൽ തമിഴ്നാട്ടിൽ വേല ചെയ്യുന്ന സമയത്തിൽ ആ തമിഴ്നാട് നടന്നൊരു സംഭവം ഒരു പാസ്റ്ററിനോട് പറഞ്ഞു. അത് സ്വതന്ത്ര സഭയാണ്, ഏതൊരു സ്വതന്ത്ര സഭ, കുറച്ച് സഭകളേ ഉള്ളൂ. അവർക്കാകെ 4-5 സഭകളേ ഉള്ളൂ, ആരംഭകാലത്തിലാണ്. അപ്പോൾ ഒരു ദൈവദാസൻ അവിടെ പോയി പ്രാർത്ഥിച്ച് താഴേക്ക് കൃപകൾ പ്രവാസിക്കാൻ തുടങ്ങി, ആത്മാക്കൾ വരാൻ തുടങ്ങി. നോക്കണം, ഇഷ്ടംപോലെ ഏകദേശം 200ഓളം ആത്മാക്കൾ അന്നത്തെ കാലത്തിൽ അവിടെ വരാൻ തുടങ്ങി. ഈ തമിഴ്നാട്ടിലെ ഈ പുഴയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ തിരുവള്ളൂരിനൊക്കെ അടുത്ത് അങ്ങോട്ട് മാറിയാണ് പുഴയിൽ എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, കതിർവീടെന്ന് പറയും. കതിർവീടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിവിടെ പ്രസംഗിക്കാൻ പോയപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ കതിർവീട് വന്നത്? അപ്പോൾ കതിർവീട് ഇപ്പോഴാണ് വന്നത്. നേരത്തെ അതിൻ്റെ വീട് കർത്തരുടെ വീടെന്നാണ്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു മലയാളി ദേവദാസൻ അവിടെ പോയിരുന്നൊരു ചെറിയ ഒരു ഒരു ഷെഡുണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാർ അവിടേക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ഈ വേണ്ടാത്ത പരിപാടികളൊന്നും ഇല്ലല്ലോ. പാർട്ടിയും വർഗീയതയും തോന്നിവാസങ്ങളൊന്നും ഇല്ലാത്ത കാലമല്ലേ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെല്ലാം നല്ല ഐക്യതയോടെ ദൈവത്തെ വിളിച്ചു പോകുന്നൊരു കാലം. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ പ്രാർത്ഥനാ മനുഷ്യടത്തിൽ പ്രാർത്ഥിക്കും, സൗഖ്യം കിട്ടും, ആലോചന കിട്ടും, സന്തോഷം കിട്ടി പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ചോദിക്കും എവിടെ പോവാം? കത്തറുടെ വീട്ടിൽ പോകാമെന്ന് പറയും. അങ്ങനെ അതറിയത്തുള്ളൂ, കത്തറുടെ വീട്. ആ കത്തറുടെ വീട് പറഞ്ഞ് ലോപിച്ചാണ് കതിർ വീടായി മാറിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ലോപിച്ച് വരുന്ന പേരുകളുണ്ട്. അപ്പം ഇവിടെയും ഈ മനുഷ്യൻ കത്തറുടെ വീട്ടിൽ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് 100 ആത്മാക്കളെ കിട്ടി. നല്ല സമ്പന്നന്മാർ ആ സഭയിൽ വിശ്വാസികളായി. അപ്പോൾ 3-4 സഭയുണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെയുള്ള ചില ആത്മീയരല്ലാത്ത വിശ്വാസികളും വേറെ സഭയിലെ ശുശ്രൂഷകരും ഇത് കണ്ടുപിടിയായി. തൻ്റെ സഭയിൽ ആത്മാക്കളില്ല, ഈ സഭയിൽ ഇഷ്ടംപോലെ ആത്മാക്കളും, തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആത്മാക്കളോട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ പാസ്റ്റർ കൊണ്ടൊരു പണി കൊടുക്കണം, ഈ പാസ്റ്റർ ഒരു പണി കൊടുക്കണം. അതിങ്ങനെ പ്ലാൻ ചെയ്ത് ആ സഭയിലെ ഈ സഭയിലെ ചില അനാത്മ്യരല്ലാത്ത ചില വിശ്വാസികളെ കൂട്ടുപിടിച്ചിട്ട് ഈ മറ്റേ സഭയിലെ അനാത്മ്യനായ പാസ്റ്റർ ഈ നല്ല പാസ്റ്റർ കൊണ്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഒരു ഞായറാഴ്ച, അപ്പോൾ ഇവിടെ നല്ല ശോഭിച്ചിരിക്കുന്ന സമയമാണ്. ഒരു ഞായറാഴ്ച ഈ പാസ്റ്റർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു സ്ത്രീ, വലിയ പ്രായമൊന്നുമില്ല, ഒരു സ്ത്രീ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നു, ഒരു കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് വന്നു. പാസ്റ്റർ കയ്യിലോട്ട് വിട്ടു. പാസ്റ്റർ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഇത് നിങ്ങളുടെ കൊച്ചാണ്, എനിക്കുണ്ടായി നിങ്ങളുടെ കൊച്ച, ഇനി നിങ്ങൾ വളർത്തിക്കും, എനിക്ക് വളർത്താനൊക്കത്തില്ലെന്ന് പറഞ്ഞു. നോക്കണം, പരസ്യമായിട്ട് ഈ മനുഷ്യൻ കർത്താവ് മിണ്ടാകുന്ന പോലെ ഒന്നും മിണ്ടിയില്ല. തൻ്റെ പരീക്ഷ ആണെന്ന് വിചാരിച്ചാൽ മിണ്ടിയില്ല.
ഉടനെ മറ്റവന്മാർ ഈ ചട്ടമ്പികൾ എഴുന്നേറ്റ് ഹോ ഈ പാർശ്വന് സമയം വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കി പുള്ളിക്കാരനെ അവിടെ പറഞ്ഞു വിട്ട് ഈ മനുഷ്യൻ നടന്ന് വേറൊരു ഗ്രാമത്തിൽ ചെന്ന് കുറച്ച് ദൂരത്തിൽ പോയി ഒരു ഗ്രാമത്തിൽ ചെന്ന് ഇതുപോലൊരു ഷെഡുണ്ടാക്കി പ്രാർത്ഥിക്കാതെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഇവിടെ 200 അവിടെ അതിൽ മേളിൽ ആത്മാക്കൾ വരാൻ തുടങ്ങി. സഭ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു. ഈ സഭയിലെ ആത്മാക്കൾ ചുരുങ്ങി വരാൻ തുടങ്ങി. പ്രശ്നങ്ങളെ അടിയായി ബഹളമായി. അവസാനം ഒരു പാസ്റ്റർ ആ സഭയിൽ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തി പിടിച്ചൊരു സ്ത്രീ ഓടിക്കയറി വന്നിട്ട് ഇവിടെ കിടന്ന് അലറി പറഞ്ഞു, ഞാൻ ഇത്രയും ഏതോ 3-4 വർഷമേ ഉള്ളൂ, 3 വർഷത്തിന് മുമ്പ് ഇവിടെയുള്ള ഈ പേര് പറഞ്ഞു യുവന്മാരെല്ലാം കൂടെ എന്നെ കാശ് തന്ന് വേഷം കെട്ടിച്ച് എവിടെയോ വഴി കിടന്നൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് ഇത് പാസ്റ്റർ വെച്ചാന്ന് പറയുമ്പോൾ കാശ് തരാം. ആ പേരല്ല. അപ്പോൾ അമ്മമാരെല്ലാം അവിടെ ഇട്ട് പിന്നെ അവരുടെ സഭയാണല്ലോ, ഈ റൗഡികളുടെ സഭയായി മാറി. അപ്പോൾ ഇതേ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് സമാധാനം, ഞാനിങ്ങനെ അലഞ്ഞ് നടക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് ഭ്രാന്ത് പിടിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യമില്ല എനിക്ക് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ എല്ലാം വിളിച്ചു. അപ്പോൾ അവിടെ കുറേ നല്ല വിശ്വാസികളുണ്ടല്ലോ, അവരുടനെ ഇവന്മാരെ പുറത്താക്കാനും ഇവർ കൂട്ടമായിട്ട് ബാക്കിയുള്ള വിശ്വാസികളെല്ലാം കൂടി ആ ഗ്രാമത്തിൽ ചെന്ന് ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വരാൻ പോയി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ്, നിങ്ങളെന്തിനാ ഭാരപ്പെടുന്നത്? അത് നന്മയായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട സഭ ഇവിടെ ഉണ്ടാകും. ഞാൻ അവിടെ തന്നെ കിടന്നേനെ. അപ്പോൾ ചില സമയത്ത് ഈ ട്രാൻസ്ഫറുകൾ ചിലപ്പം നമ്മുടെ ഇടയിൽ കാണത്തില്ല, ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് കൊണ്ട് നീങ്ങിയാൽ അദ്ദേഹത്തിന് ആ സഭയായി. പിന്നീട് തൻ്റെ കീഴിലായി ഈ സഭകളൊക്കെ. നോക്കണം, ഈ സഭയും അടുത്തുള്ള സഭയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കീഴിലായി. ചുരുക്കം പറഞ്ഞാൽ താനൊരു സെൻട്രൽ പാസ്റ്റർ തന്നെ, തനിക്ക് ആ സ്ഥാനമില്ല, എന്നാലും താനൊരു ഉയർന്ന സ്ഥലത്തേക്ക് പിന്നെ പോയി. അപ്പോൾ ചില പരീക്ഷകൾ വരുമ്പോൾ ഈ വാക്യം ഓർത്തോളം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കും. നമുക്ക് സ്തോത്രം ചെയ്യാം. സകലവും നന്മയ്ക്കായി എനിക്കായി കരുതിയിട്ടുണ്ട്. സകലവും സമ്പന്നനാമവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയമോടിയേ. സമ്പന്നനാമവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയമോടിയേ. Hallelujah.